Christophany, the non-physical manifestation of Christ. യൗവനങ്ങളുടെ ആഘോഷമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി യൗവനങ്ങളുടെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഫെബ്രുവരി ഒരു വലിയ മാസമാണ് യൗവനങ്ങളുടെ നടുവിൽ. സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒരു ദിവസം, വികാരങ്ങളുടെ ദിവസം, ഒരു വലിയ ഇമോഷൻ്റെ, ഒരു വലിയ പ്രണയത്തിൻ്റെ താഴ്വര ഉരുകി ഒലിച്ചിറങ്ങുന്ന ഫെബ്രുവരി 14. അതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ക്രിസ്റ്റോഫനി കടന്നു പോവുക. പ്രിയ യൗവനമേ, ലോകത്തിൻ്റെ ഏത് കോണിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം ദൈവവചനത്തോടെയും ദൈവത്തിൻ്റെ ആത്മാവോടും കൂടി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി യൗവനം ആഘോഷമാക്കേണ്ടതാണ് എന്ന ബോധത്തോടുകൂടി തൻ്റെ കോളേജ് ലൈഫിൽ ദൈവപദ്ധതി എന്ന് കരുതി ഒരു പ്രണയത്തിന് വില കൊടുത്തപ്പോൾ ലോകവും തങ്ങളുടെ ഗുരുക്കന്മാരും ബൈബിളും മുമ്പിലുള്ള മെന്റേഴ്സും ഈ പെൺകുട്ടിയോട് പ്രാർത്ഥനയിൽ മാത്രം ഒരു തീരുമാനമെടുക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷെ പ്രണയം ഗുഹാതുരത്വവും നൊമ്പരവുമേകി ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുവാൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ടുകൊടുത്ത് വിശ്വാസത്തെയൊക്കെ മാറ്റിമറിച്ച് തനിക്ക് ചേർന്ന ഇണയെ തേടി എന്ന് കരുതി അവൾ യാത്രയായി. പിന്നീട് കേൾക്കുക ജീവിതത്തിന്റെ നാശകരമായ സംഭവങ്ങളാണ്. അപ്പന്റെ ആരോഗ്യത്തിൽ നഷ്ടം, വീട്ടിൽ നിന്നിറങ്ങിപ്പോക്ക്, തൻ്റെ സാമ്പത്തിക സാഹചര്യമോ ആത്മീയതയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു യുവാവുമായുള്ള പ്രണയം അവളുടെ ജീവിതത്തെ നാശത്തിലേക്ക് വഴിതെളിച്ചു. എന്തു വന്നാലും പ്രണയം വിജയിക്കുമെന്ന് പറഞ്ഞ പെൺകുട്ടി ഫെബ്രുവരിയുടെ പ്രണയച്ചൂടിൽ അവൾ ഉരുകി ഒലിച്ചു. What do you mean by love? What does it mean? എന്താണ് സ്നേഹം? എന്താണ് പ്രണയം? യെസ്, സെയിന്റ് വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14 ബേസ് ചെയ്ത് യൗവനങ്ങളുടെ നടുവിലേക്ക് ഇന്ന് നമ്മൾ കടന്നു പോവുകയാണ്. ഒരു കാര്യം ഓർക്കുക, ക്രിസ്തു വാലന്റൈൻ അല്ല. പിന്നെയോ വാലന്റൈൻ ക്രിസ്തുവിനെ ബേസ് ചെയ്ത് കടന്നു പോകേണ്ട ഒരു വലിയ സത്യമാണ്. What do you mean by love? എന്താണ് സ്നേഹം? സെന്റ് പോൾ വ്യക്തമാക്കുക 1 Corinthians 13 ആണ്. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസമുണ്ടായാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പാൻ വിട്ടുകൊടുത്താലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. What do you mean by love? സ്നേഹം സർവോത്കൃഷ്ടമാണ്. അത് അഹങ്കരിക്കുന്നില്ല, അത് ആത്മപ്രശംസ ചെയ്യുന്നില്ല, അത് അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. സ്നേഹം സർവോത്കൃഷ്ടമാണ്.
വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അത് ലവ് is an amazing product in our life. ഇന്ന് കൂട്ടുകാരെ തേടുന്ന, റെഡ് ഹാർട്ട്, ലവിന് വേണ്ടി കാത്തുവെക്കുന്ന, ക്യാൻഡീസും ചോക്ലേറ്റ്സും എടുത്തു വച്ചിരിക്കുന്ന, പുതിയ കൂട്ടുകാരെ സൃഷ്ടിക്കാൻ നോക്കുന്ന, ഐ മിസ് യു, ഐ ലവ് യു, ഈ വാക്കിനപ്പുറം ലവിനെ ബേസ് ചെയ്ത് നമുക്കൊരു വാലന്റീനേ ഉള്ളൂ. അവൻ്റെ പേര് നസ്രായനായ യേശു ക്രിസ്തു ആണെന്നുള്ള ബോധത്തോടെ കണ്ണുകൾ അടയ്ക്കാം. Loving Heavenly Father, our God, Jesus Christ, you are an amazing God. നിന്നെ പോലെ സ്നേഹിക്കാൻ, നിന്നെ പോലെ കരുതുവാൻ, നിന്നെ പോലെ കാത്തിരിക്കുവാൻ, ധൂർത്തപുത്രന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവിനെ പോലെ, എൻ്റെ വേദനയിൽ ഒഴുകുന്ന ആത്മാവിനെ പോലെ, എൻ്റെ യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ വിട്ടുതരികയാണ്. ഇനി കടന്നു വരുന്ന സ്തുതി ആരാധനയുടെ നടുവിൽ ആത്മാവിൽ നിറഞ്ഞ് നിന്നെ ആശ്രയിക്കുവാൻ കർത്താവേ കൃപ തരണമേ. ഇന്ന് ഈ നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ക്രിസ്റ്റോഫനി കൂടുവാൻ കാത്തിരിക്കുന്ന ഓരോ വ്യക്തികളും ആത്മാവിൽ നിറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ സംസ്കാരം, എ കൾച്ചർ ഓഫ് ക്രൈസ്റ്റ്, അത് ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടി ക്രിസ്തീയ ആഘോഷങ്ങളിലെ ആത്മീയതയുമായി ക്രിസ്റ്റോഫനിയുടെ എപ്പിസോഡ് ഒരു അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം, സ്വരമുയർത്തി പാടാം. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ, അതിലേറെ നന്ദിയോടുകൂടെ നമ്മുടെ യേശു ക്രിസ്തുവിനെ നമുക്കിപ്പോൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവനു വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുൻപുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അതെ പ്രിയപ്പെട്ടവരെ, സമസ്തവും സ്ഥിതി ചെയ്യുന്ന എല്ലാറ്റിനും മുൻപുള്ളവനുമായ നമ്മുടെ യേശു ക്രിസ്തു 2021 ഈ വാലന്റൈൻസ് ഡേയുടെ ഈ സാഹചര്യത്തിൽ മറ്റേതു വ്യക്തിയോടും നമ്മുടെ സ്നേഹമോ പ്രണയമോ തുറന്നു പറയുന്നതിന് പകരം നമുക്കെന്തുകൊണ്ട് നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി സ്നേഹിതനു വേണ്ടി തൻ്റെ ജീവൻ നൽകുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല എന്ന മാതൃക നൽകിയ നമ്മുടെ യേശു ക്രിസ്തുവിനോടൊന്ന് ചോദിച്ചുകൂടാ? ജീസസ്, ക്യാൻ യു ബി മൈ വാലന്റൈൻ? ക്യാൻ യു ബി ദ ലവർ ഓഫ് മൈ സോൾ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊന്ന് കണ്ണടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം. എന്നിട്ട് നമ്മുടെ യേശു ക്രിസ്തുവിനോട് പറയാം: ഈശോയെ, ഞങ്ങളങ്ങേ അത്യധികമായി സ്നേഹിക്കുന്നു. എൻ്റെ ജീവനേക്കാളും, എനിക്കുള്ള എല്ലാ കാര്യങ്ങളെക്കാളും, എൻ്റെ ജോലിയേക്കാളും, എൻ്റെ കുടുംബത്തെക്കാളും, എൻ്റെ സ്വപ്നങ്ങളെക്കാളും, എൻ്റെ സങ്കടങ്ങളെക്കാളും, എൻ്റെ ആങ്സൈറ്റിയേക്കാളും, യേശുവെ, എൻ്റെ ജീവനേക്കാളും അവിടുത്തെ ഞാൻ അത്യധികമായി സ്നേഹിക്കുന്നു. I love you, Jesus. I love you more than everything. En ജീവനേ കാണും നീ വലിയതാണെനിക്ക്. En ജീവനേ കാണും
എൻ സ്നേഹഗീതമാ എൻ യേശുനാഥ നീ എൻ സ്നേഹഗീതമാ എൻ യേശുനാഥ നീ എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക് ഹല്ലേലൂയാ 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 സുഖേതോ ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഈശോയെ, എന്തിനോട് ഞാൻ അങ്ങയുടെ സ്നേഹത്തെ തുലനം ചെയ്യും? എന്തിനോട് ഞാൻ അങ്ങയുടെ സ്നേഹത്തെ സാദൃശ്യപ്പെടുത്തും? എത്ര വലിയ അതിശയകരമായ ഒരു സ്നേഹമാണ് ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്നത്. ഒരു മാൻപേട തൻ്റെ നീർച്ചാൽ അന്വേഷിച്ച് നടക്കുന്നത് പോലെ ഞങ്ങളുടെ ആത്മാവ് അവിടത്തേക്ക് വേണ്ടി ദാഹിക്കുന്നു. എന്തിനോട് ഞാൻ അങ്ങയെ തുലനം ചെയ്യണം? തുല്യം ചെയ്യാൻ ആരുമില്ലല്ലോ യേശുവേ. We love you, Jesus. We love you more than everything. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. സ്നേഹമേ, ജീവനേ സ്നേഹമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. we love you, Lord. ജീവനേ സ്നേഹമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. Thank you, Jesus. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. Oh, hallelujah, 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 hallelujah. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ നമ്മുടെ യേശുവിൻ്റെ സ്നേഹം നമ്മളെ ഒരു നാളും കൈവിടുകയില്ല. അവിടുത്തെ ഉടമ്പടിക്ക് ഒരു മാറ്റവും സംഭവിക്കുകയില്ല. എത്ര വലിയ പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്താലും അവിടെയൊക്കെയും അവിടുത്തെ കരങ്ങൾ നമ്മളെ താങ്ങി നിർത്താൻ അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, ഇതാ നിന്നെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും നിവർത്തി കുരിശിന്മേൽ തൂങ്ങി 3 ആണികളിൽ കിടന്ന് അവസാനത്തുള്ളി രക്തം വരെ ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ അവിടുത്തെ ഞങ്ങൾ അതിയായി സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ഉയിരിൻ്റെ ഉയിരാണ് യേശുവേ, ഞങ്ങളുടെ ജീവന്റെ ജീവനാണ്. We love you, Jesus. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ ഈ ഒരു വാലന്റൈൻസ് ഡേയുടെ സാഹചര്യത്തിൽ നമുക്ക് പറയാം: യേശുവേ, നീ ഞങ്ങളുടെ
ഉയിരിൻ്റെ ഉയിരാണ്. താങ്ക് യു ജീസസ്. We praise you Lord. എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു. എന്നുയിരാണ് ഉയിരാണ് ഉയിരാണ് യേശു. എന്നുയിരാണ് യേശു. എന്നുയിരോട് കലந்து എന്നുയിരേ நான் உம்மை துதிப்பேன். Jesus, our love. என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரான உயிரான உயிரான இயேசு. என்னுயிரான உயிரான உயிரான இயேசு. என்னுயிரான இயேசு. என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன். Love you Jesus. என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே 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 உயிரே. என்னுயிரே என்னுயிரே என்னுயிரே. என்னுயிரான உயிரான உயிரான இயேசு. என்னுயிரான உயிரான உயிரான இயேசு. என்னுயிரான இயேசு. என்னுயிரோடு கலந்து என்னுயிரே நான் உன்னை துதிப்பேன். என்னுயிரே நான் உன்னை തുതിപ്പേൻ. Oh, we love you Lord. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നെ അത്യധികം സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുകയും ചെയ്ത ആ ദൈവപുത്രന് വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊരു റീകമ്മിറ്റ്മെൻ്റ് എടുക്കാം. ഈ ഒരു സുദിനത്തിൽ നമ്മുടെ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമായി നമുക്ക് ജീവിക്കണമെന്ന് നമുക്ക് റീകമ്മിറ്റ്മെൻ്റ് എടുക്കാം. നമ്മുടെ വാലന്റൈനായ നമ്മുടെ സ്വന്തം നമുക്ക് വേണ്ടി ക്രൂശിതനായി, നമ്മൾക്ക് വേണ്ടി മരണപ്പെട്ട്, നമ്മൾക്ക് വേണ്ടി രക്തം ചിന്തിയ ആ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കും എന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഈ സമയം എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ യേശു ക്രിസ്തുവിനോട് പറയാം, അങ്ങേക്കാൾ യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും എനിക്ക് സ്നേഹിക്കാനാവില്ല, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിക്കില്ല എന്ന് പറയാം. താങ്ക് യു ലോർഡ്. വി പ്രൈസ് യു മൈ ലോർഡ്. താങ്ക് യു ജീസസ്. വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ, അങ്ങേക്കാൾ 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 വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. Hallelujah, 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 hallelujah. Thank you Jesus. Hallelujah, hallelujah,
everything, Lord. Oh Jesus, you're the Alpha and the Omega, you're the beginning and the end. Oh Jesus, you're the King of Kings and the Lord of Lords. Lord, we worship you, we adore you, O Lord. Thank you, my Lord, we worship you, O Lord. We love you, Lord. Hallelujah. 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 അങ്ങേക്ക വേറെയൊന്നിനെയും സ്നേഹിക്കില്ല യേശുവേ. തിരുവചനം പറയുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും നമ്മൾക്ക് ഗ്രഹിക്കാൻ ദൈവം നമ്മൾക്ക് കൃപ തരട്ടെ. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം അറിവിനെ അതിശയിപ്പിക്കുന്ന ഒരു സ്നേഹമാണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ നാമത്തെ നമ്മൾക്കിപ്പോൾ പൂർണ്ണ ഹൃദയത്തോടു കൂടി വർഷിപ്പ് ചെയ്യാം. What a beautiful name it is. എത്ര മധുരമുള്ള നാമമാണ് നമ്മുടെ യേശു ക്രിസ്തുവിൻ്റെത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നെഞ്ചിലേക്ക് ഏറ്റെടുക്കാം ആ നാമത്തെ. എല്ലാ നാമത്തിനും മേലായ നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. What a beautiful name it is, the name of Jesus. We love you, Lord. We love you. എത്ര അത്ഭുത നാമമേ, എത്ര അത്ഭുത നാമമേ, എത്ര അത്ഭുത നാമമേ, എൻ യേശു ക്രിസ്തുവിൻ നാമമേ. എത്ര അത്ഭുത നാമമേ, എത്ര അത്ഭുത നാമമേ, എത്ര അത്ഭുത നാമമേ, എൻ യേശു ക്രിസ്തുവിൻ നാമം. നമുക്ക് ഇരുകരങ്ങളും ഉയർത്താം. അത്ഭുത നാമമേ, ഇരുകരങ്ങളും അതിശയ നാമമേ, സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് എത്ര അത്ഭുത നാമമേ, What a beautiful name. എൻ യേശു നാമം. Our real Valentine. കരങ്ങൾ ഉയർത്തി നമുക്ക് പാടാം. എത്ര അത്ഭുത നാമമേ, Yes, Lord. എത്ര അത്ഭുത നാമമേ, Amen. എത്ര അത്ഭുത നാമമേ, എൻ യേശു ക്രിസ്തുവിൻ നാമമേ. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുകരങ്ങളും മാറോട് ചേർന്നോ. Worship Him. Just praise His name. Just worship Him. Come on. എത്ര അത്ഭുത നാമം, എത്ര അത്ഭുത നാമം. Every knee shall bow before Him. എല്ലാ മുട്ടും മടങ്ങുന്നു. എത്ര മധുര നാമമേ, Amen. എത്ര മധുര നാമമേ, Yes, Lord. എത്ര മധുര നാമമേ, എൻ യേശു ക്രിസ്തുവിൻ നാമമേ, എത്ര മധുര നാമമേ, വലതുകരം മാറോട് ചേർത്ത് പിടിക്കാം. ദൈവത്തിലേക്ക് ഒന്ന് എത്ര നോക്കാം. മധുര നാമമേ, അതിശയ നാമമേ, His name is an awesome name. യേശുവിൻ നാമമേ. This is an amazing name. ഈ വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. യേശുവിൻ നാമമേ, യേശുവിൻ നാമമേ, എത്ര നല്ല നാമമേ, വിശ്വസിച്ചേ. എത്ര നല്ല നാമമേ, ഒന്ന് കണ്ണുകൾ അടച്ചേ. ഇനി എത്ര നല്ല Be in the presence of God. നാമമേ, Worship Him. യേശു ക്രിസ്തുവിൻ നാമമേ, എത്ര നല്ല നാമമേ, യേശുവേ, അതിശയ നാമമേ, എത്ര നല്ല നാമമേ, എൻ യേശുവിൻ
Once again, നമുക്ക് ലൗഡോ. എത്ര നല്ല നാമം, എത്ര നല്ല നാമമേ, എത്ര അതിശയ നാമമേ. അതിശയ നാമമേ, Amen, amen, എത്ര amen. നല്ല നാമമേ, യേശുവേ, എൻ യേശുവിൻ നാമമേ, എൻ യേശുവിൻ നാമമേ, എൻ യേശുവിൻ നാമമേ. Oh, hallelujah. loving Heavenly Father, you are an amazing God in my life. You're my Valentine. നീ എൻ്റെ സ്നേഹിതനാണ്, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ പ്രണയമാണ്, നീ എൻ്റെ കോട്ടയാണ്. ദൈവമേ, ഞാൻ ഒറ്റയ്ക്കായി ഒരു കൂട്ടു തേടി അലയുകയാണ്. I have lost my friendship. ഞാൻ ബ്രോക്കൺ ആണ്. God gave me a healings. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർത്ത് വെച്ച് നിങ്ങളിരിക്കുന്ന സ്ഥലം ബൈബിൾ എടുത്തു വെക്കാം, ഒരു ബുക്ക് എടുത്തു വെക്കാം, ഒരു പേന എടുത്തു വെക്കാം. Are you really broken? Do you really dejected? ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടോ? No one understands me. അങ്ങനൊക്കെ ഫീല് തോന്നുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കും. മാതാപിതാക്കന്മാരൊക്കെ ഈ ക്രിസ്റ്റോഫനിയുടെ ഷെക്കിന TV-യുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് കുഞ്ഞുങ്ങളെ, യൗവനങ്ങളെ എല്ലാം ചേർത്ത് വെക്കുക. ബൈബിളൊക്കെ എടുത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. We are going to see an amazing presence of God in our life. ഒന്ന് സന്തോഷത്തോടെ വലതുകരം നെഞ്ചോട് ചേർത്ത് നല്ലൊരു ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്. ആ വലിയ ബോധത്തോടു കൂടി കർത്താവിനെ നമ്മളെ വിട്ടുകൊടുക്കാം. ഒരു സെക്കൻഡ് ഒന്ന് കണ്ണിനെ ഒന്ന് ചേർത്ത് പിടിക്കുക. ഒന്നുകൂടെ കേൾക്കുക. What a beautiful name. What a beautiful God. What a beautiful name it is. What a beautiful name it is. What a beautiful name it is. That Jesus' name. നമുക്ക് ചേർന്ന് പറയാം. What a beautiful name it is. കൈകളൊക്കെ ഉയർത്തി എന്ന് പറഞ്ഞു What a beautiful name it is. സന്തോഷത്തോടെ. What a beautiful name it is, that Jesus' name, that Jesus Christ's name. ജീവിക്കുന്ന, ഒരിക്കലും അസ്തമിക്കാത്ത ഞങ്ങളുടെ പ്രണയമായ, ഞങ്ങളുടെ പ്രണയത്തിൻ്റെ കേന്ദ്രബിന്ദുവായ നസ്രാനായ യേശുക്രിസ്തുവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് ഞങ്ങൾക്കായി ജീവനേകിയ, ഞങ്ങളുടെ ചങ്ക് നെഞ്ചും കൂട് തുറന്ന് രക്തം ചിന്തി ഞങ്ങളുടെ വാലന്റൈനായി മാറിയ our amazing God. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനം, അതിൻ്റെ ആഴം ആത്മാവോടുകൂടി കേൾക്കുവാൻ, ഇന്നൊരു തീരുമാനമെടുക്കുവാൻ
ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കുവാൻ, ദ നോൺ ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ റിയൽ മാനിഫെസ്റ്റേഷൻ ഈ ഒരു കാര്യത്തിൽ കടന്നു വരുവാൻ വേണ്ടി സമർപ്പിക്കുകയാണ്. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആത്മാവോട് ചേർത്ത് വെച്ച് നമുക്ക് തുടങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രൈസ്റ്റ് കൾച്ചർ മിഷനും ഷെക്കീന TV ചാനലും ഒന്നേർന്ന് യൗവനങ്ങളുടെ ആഘോഷമായ ക്രിസ്റ്റോഫനിയുടെ 2021 ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓരോ മാസവും ആ മാസവുമായി കടന്നു പോകുന്ന പ്രത്യേകമായ ആശയങ്ങളോ ആഘോഷങ്ങളോ ഒക്കെയാണ് നമ്മളിന്ന് ഹാൻഡിൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റോഫനി ഇന്ന് ഏറ്റെടുക്കുന്ന ടോപ്പിക് സെയിന്റ് വാലന്റൈൻസ് ഡേ. അതിനെ ബേസ് ചെയ്ത് ടോപ്പിക് ഇതാണ്: ഒരു ക്രിസ്തീയ മനുഷ്യൻ്റെ, ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയുടെ ആഘോഷങ്ങളുടെ ആത്മീയത. The spirituality in our celebrations. നമ്മുടെ ആഘോഷങ്ങൾ ആത്മീയമാണ്. Whether it is right or wrong, അത് ശരിയായ വഴിക്കാണോ പോകുക? ആഘോഷങ്ങൾ ദൈവത്തോട് എന്നെ അടുപ്പിക്കുന്നുണ്ട്. ഈ വലിയൊരു ബോധ്യവുമായി ദൈവവചനവും ബൈബിളും ദൈവത്തിൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തലുമായി നമ്മൾ തുടങ്ങുകയാണ് ദ സ്പിരിച്വാലിറ്റി ഇൻ ക്രിസ്ത്യൻ സെലിബ്രേഷൻസ്, ആഘോഷങ്ങളിലെ ആത്മീയത. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, ബൈബിളിലെ ആഘോഷങ്ങളിൽ അത് ഏറ്റവും അധികം ഏറ്റെടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഫിലിപ്പീൻസിലുള്ള ഒരു വലിയ ജനവിഭാഗം. സെന്റ് പോൾ തൻ്റെ 4 അധ്യായങ്ങളുള്ള ഒരു ചെറിയ ലേഖനം ഫിലിപ്പീൻസുകാർക്ക് എഴുതുമ്പോൾ അതിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം ബൈബിളിൽ വളരെ ആഴമേറിയ ബോധ്യം നൽകുന്ന ഒരു വാക്യമാണ്. ആ വാക്യം എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുക? നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. സിമ്പിൾ. Rejoice in the Lord always. As I am saying once again, rejoice in the Lord. യൗവനമേ, ആത്മീയ മേഖലകളിലും പല ജീവിത സാഹചര്യങ്ങളിലും നിരവധി പേർ കടന്നു പോകുന്ന മിസ്കൺസെപ്ഷൻ, ഒരു തെറ്റിദ്ധാരണ ജീവിതത്തിലുണ്ട്. ആഘോഷങ്ങൾ അത് ആത്മീയമല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആഘോഷങ്ങൾ അഭിഷേകം നഷ്ടപ്പെടുത്തുമെന്നോ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമെന്നോ ഒരു മിസ്കൺസെപ്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, ബൈബിൾ വളരെ വ്യക്തമായി നമ്മളോട് പറയുന്ന വാക്യം ഇതാണ്: സന്തോഷിക്കുവിൻ, ഇടതടവില്ലാതെ സന്തോഷിക്കുവിൻ.
പ്രിയപ്പെട്ട യൗവനമേ, ബൈബിൾ 73 പുസ്തകങ്ങളാണ്. അതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ബുക്കുകളെയൊക്കെ പല സ്റ്റേജുകളായി, ഘട്ടങ്ങളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ചില ബുക്കുകൾ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുക. ആദ്യത്തെ 5 ബുക്കുകൾ ടോറ. പിന്നീട് പ്രവചനാത്മകമായ പുസ്തകങ്ങളുണ്ട്. അതിനെ മേജർ പ്രോഫറ്റ്സ് എന്നും മൈനർ പ്രോഫറ്റ്സ് എന്നും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നു. പിന്നീടുണ്ടാകുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ചരിത്രപരമായ പുസ്തകങ്ങൾ. അവിടുന്ന് അത് പല രീതിയിൽ പുതിയ നിയമമായി കടന്നു പോകുമ്പോൾ ഒരു സ്റ്റേജ് ഓഫ് ബുക്കുകളെ ഒരു ക്ലാസിഫൈ ചെയ്തിരിക്കുക ഇങ്ങനെയാണ്: പോയറ്റിക് ബുക്സ്, സംഗീതാത്മകമായ പുസ്തകങ്ങൾ. ബൈബിളിൽ സംഗീതാത്മകമായ പുസ്തകങ്ങളുണ്ട്. പ്രധാനപ്പെട്ടത് സങ്കീർത്തനങ്ങൾ, സഭാപ്രസംഗിയൻ എക്ലിയാസ്റ്റിക്സ്, പ്രോവെബ്സ്, സിറാക്ക്. അതിലൂടെ കടന്നു പോകുമ്പോൾ പ്രഭാഷകനും സുഭാഷിതങ്ങളും. അതുപോലെ ബൈബിളിൽ കടന്നു വരുന്നതാണ് ജ്ഞാനം. അതോടൊപ്പം വളരെ ക്ലിയറായി എഴുതിയ, സംഗീതത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു ബുക്കാണ് ഉത്തമഗീതം, സോങ് ഓഫ് സോങ്സ്. ഇനി ശ്രദ്ധിക്കുക, ബൈബിളിലെ നിയമങ്ങളും പ്രവചനങ്ങളും രാജാക്കന്മാരും ഒക്കെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ വംശത്തെ 3 വിഭാഗങ്ങളാണ് ഭരിച്ചത്. ഒന്ന് പ്രവാചകന്മാർ, 2 രാജാക്കന്മാർ, 3 പുരോഹിതർ. അങ്ങനെ 3 വിഭാഗങ്ങളാണ് അവരെ ഭരിച്ചിരുന്നത്. ഇനി ശ്രദ്ധിച്ചു കൊള്ളുക ദൈവത്തിന്റെ പ്രിയപ്പെട്ട യൗവനമേ, ഇതിൽ ഇസ്രയേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുക ട്രയാങ്കിൾ പോലെ മുകളിലേക്ക് ഉയരുന്ന കാലഘട്ടം. അത് ജോഷുവയിൽ നിന്ന്, സാവൂളിൽ നിന്ന് ദാവീദിൽ എത്തുമ്പോൾ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ടോപ്പ് ലെവൽ കാലഘട്ടമായി. ആ കാലഘട്ടത്തിലാണ് സംഗീതങ്ങളെല്ലാം കടന്നു വന്നത്. ഉത്തമഗീതം, ജ്ഞാനം, അതുപോലെ സങ്കീർത്തനങ്ങള് ദാവീദും സോളമനും ഒക്കെ എഴുതുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഒരു ജീവിതത്തിൻ്റെ മൂർധന്യം, ടോപ്പ് ലെവൽ ക്ലൈമാക്സിലാണ് സംഗീതവും അതുപോലെ ആഘോഷങ്ങളും കടന്നു വരിക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, നമ്മുടെ ജീവിതത്തിലും ആഘോഷങ്ങൾ കടന്നു വരിക ജീവിതത്തിൻ്റെ ഒരു ക്ലൈമാക്സിലേക്കൊക്കെ കടന്നു പോകുമ്പോഴാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം യൗവനം. എന്തും ആഘോഷിക്കാൻ നോക്കുന്ന കാലഘട്ടം. ഇരുകരങ്ങളും നീട്ടി ആഘോഷങ്ങളെ സ്വീകരിക്കുന്ന ഒരു ജനം. ഭക്ഷണവും ആസ്വാദനവും സംഗീതവും വലിയ ആഘോഷവും കാഹളനാദമായി മാറുമ്പോൾ ആഘോഷങ്ങൾ മൂർധന്യമായി. പ്രിയപ്പെട്ട യൗവനമേ, യൗവനത്തിൽ ആഘോഷം നിർബന്ധമാണ്. ചോദ്യം ഇങ്ങനെയാണ് കടന്നു വരിക: ഒരാത്മീയ മനുഷ്യന് ആഘോഷങ്ങൾ ആവശ്യമാണോ? വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെലിബ്രേഷൻസ്. ജീവിതം ആഘോഷിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്നതല്ല. പിന്നെയോ ആത്മീയ ജീവിതം ആഘോഷമാക്കുന്നതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുക. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, ആഘോഷിക്കണം. സെലിബ്രേഷൻസ്. ബൈബിളിലെ
സഭാപ്രാസംഗികൻ എൻ്റെ 2-ാം അധ്യായം 25-ാം വാക്യം ബൈബിൾ ഇങ്ങനെയാണ് പറയുക: ദൈവത്തിൽ നിന്ന് അകന്ന്, ദൈവത്തിൽ നിന്ന് മാറി നമ്മൾ എന്ത് ഭക്ഷിക്കാനും എന്താസ്വദിക്കുവാനുമാണ് ഉള്ളത്. ലോകത്തിൻ്റെ മിസ്കൺസെപ്ഷൻ, ആത്മീയതയിലുള്ളവർ, സ്പിരിച്വാലിറ്റിയിലുള്ളവർ ആഘോഷങ്ങൾ കുറവാണെന്നാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിലെ സർവേ വ്യക്തമാക്കുക, ഒരു ജീവിതത്തിൽ ഏറ്റവും സന്തോഷം കടന്നു പോകുന്നത്, ഒരു ജീവിതത്തിൽ ഏറ്റവും ആഘോഷം കടന്നു പോകുന്നത് ഒരാത്മീയ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാത്രമാണ്. എ സ്പിരിച്വൽ ബീയിങ്ങിൻ്റെ അടുത്ത് മാത്രമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആഘോഷിക്കണം. എങ്ങനെ ആഘോഷിക്കണം? എന്താഘോഷിക്കണം? 2 ചോദ്യങ്ങൾ, വാട്ട് ആൻഡ് വൈ. ഇതിനെ ആസ്പദമാക്കി നമ്മൾ ഈ ആഘോഷങ്ങളെ ഒന്ന് തരംതിരിക്കേണ്ടി വരും. ഒരുവന്റെ ആഘോഷം ആ മനുഷ്യൻ എന്താണെന്ന് വ്യക്തമാക്കും. ഒരുവൻ ഒരു കാര്യം ആഘോഷിക്കുന്നത് അവൻ എന്താണ്, അവൻ്റെ ആഘോഷങ്ങളുടെ ആഴം എന്താണ്, മൊറാലിറ്റി എന്താണ്, വാല്യൂ എന്താണ്, അവൻ്റെ അകം എന്താണ് എന്നൊക്കെ റിവീൽ ചെയ്യുന്നതാണ് സെലിബ്രേഷൻസ്. ബൈബിളിൽ നിരവധിയായ സെലിബ്രേഷൻസ് ഉണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ദൈവം സൃഷ്ടി നടത്തുകയാണ്. 6 ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം 7-ാം ദിവസം ദൈവം അതിനെ അനുഗ്രഹിച്ചു. ഈ 7-ാം ദിവസം എന്നിട്ട് ദൈവം വിശ്രമിച്ചു. റെസ്റ്റ് എന്നാണ് വെളിപ്പെടുത്തുക. ടയേർഡായോ? ദൈവം 6 ദിവസത്തെ സൃഷ്ടിയിൽ വളരെ ടയേർഡായതിന് വിശ്രമിച്ചതല്ല. 7-ാം ദിവസം ആഘോഷമാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ആഘോഷിക്കണം, ആഘോഷിക്കണം, ദൈവത്തെ ആഘോഷിക്കണം. 7-ാം ദിവസം ദൈവം അതിനെ അനുഗ്രഹിച്ച് അതിനെ ആശീർവദിക്കുകയാണ്. കാരണം 7ന്റെ ബൈ പ്രോഡക്റ്റായിട്ടാണ് ബാക്കി 6 ദിവസവും വർക്ക് ചെയ്യാൻ പറ്റുക. 7 ആത്മീയതയുടെ, സ്പിരിച്വാലിറ്റിയുടെ ദിവസങ്ങളാണ്. നമുക്ക് മുന്നോട്ട് പോകാം. ലൂക്ക് ചാപ്റ്റർ 2:10 ബൈബിൾ ഇങ്ങനെയാണ് പറയുക: യേശുക്രിസ്തു ജനിക്കുമ്പോൾ ഇതാ സകല ജനത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ശ്രദ്ധിക്കുക, 2 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സകല ജനവും സന്തോഷിക്കണം. 2, അവർക്കൊരു സദ്വാർത്ത ഉണ്ടായിരിക്കണം. അത് മറ്റൊന്നുമല്ല, നസ്രാനായ യേശുക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ നിനക്കായി പിറന്നു. നമ്മുടെ ലൈഫിൽ നമ്മൾ ബ്രോക്കണാണോ? നമ്മുടെ ലൈഫിൽ നമ്മൾ വല്ലാതെ ഒരു സ്ട്രഗിളിലാണോ? നമ്മുടെ പേരൻസുമായി, സിബ്ലിങ്സുമായി ഒരു കോമ്പറ്റീഷനാണോ? നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായി നമ്മളൊരു നെഗറ്റീവ് സംവേദനത്തിലാണോ? കാരണം എനിക്കൊരു കൂട്ടുകെട്ട്, എനിക്കൊരു ഫ്രണ്ട്, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരാൾ വേണമെങ്കിൽ ഫ്രണ്ടെന്ന് പറയാം, പ്രണയിനി, അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ തരുന്ന, നമ്മളെ അറിയുന്ന, കംഫോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയിലാണോ ഞാൻ ഉടക്കി കിടക്കുക? അതുകൊണ്ട് തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ കരിയർ, എൻ്റെ ഫാമിലി ലൈഫ്, അതുപോലെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ അതൊരു തെറ്റിലേക്ക് പോകുന്നുണ്ടോ? വാശി പിടിക്കുന്നതിന് മുമ്പ് ഹൂ ഈസ് മൈ വാലന്റൈൻ? ഫെബ്രുവരി 14-നുള്ള റെഡ് ഹാർട്ടും ക്യാൻഡീസും ചോക്ലേറ്റും ചില കാർഡുകളും ചില മെസ്സേജുകളും എവിടുന്നെങ്കിലുമൊക്കെയുള്ള ചില കോട്സും ഒക്കെ എടുത്ത് ലോകത്തിൻ്റെ ആഴങ്ങളിൽ
ഒരു സെക്കുലർ വേൾഡ് ഇതിനെ ആഘോഷിക്കുമ്പോൾ എന്താകാം ഇതിനൊരാഴം? ലോകത്തിലെ സെലിബ്രേഷൻസ്, ലോകത്തെ കാർന്നു തിന്നുന്ന ആഘോഷങ്ങൾ എന്ന് പറയുക പ്രധാനമായി ഒരു 10 തരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. വേൾഡിലെ നമ്പർ 1 സെലിബ്രേഷൻസ് സർവേ വ്യക്തമാക്കുക ബ്രസീലിലാണ്. കാർണിവൽ, ന്യൂ ഇയർ. സെക്കൻഡ് വൺ ഇന്ത്യയിലാണ്. ഹോളി എന്ന് പറയും. കളറുകളൊക്കെ ദേഹത്ത് തേച്ച് സ്നേഹബന്ധം പുതുക്കുന്ന, പരസ്പരമുള്ള റിലേഷൻഷിപ്പ് എൻകറേജ് ചെയ്യുന്ന ഹോളി ഇന്ത്യയിലാണ്. ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുന്ന ഒരാഘോഷങ്ങളിൽ ഒന്നാണ് ഹോളി. തേർഡ് വൺ കാളയോട്ട മത്സരം സ്പെയിനിൽ, ബുൾസ് റേസ്. വളരെ ഫേമസ് ആണ്, വേൾഡിൽ വളരെ ഫേമസ് ആണ്. ഫോർത്ത് വൺ ന്യൂ ഇയർ ആണ്. റാങ്ക് നമ്പർ എടുത്താൽ വേൾഡിൽ പല രാജ്യങ്ങളും ന്യൂ ഇയർ അതിശക്തമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൈനീസ് ന്യൂ ഇയർ, അതൊരു ഫെബ്രുവരി മാസങ്ങളിലൊക്കെ കടന്നു പോകുന്ന ഒരു ടൈം പീരീഡ് വളരെ ഫേമസ് ആണ്. പിന്നീട് വരുന്നതാണ് ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു ജനം ആഘോഷിക്കുന്ന ഫെസ്റ്റ്. സെന്റ് പാട്രിക്സ് ഡേ അയർലൻഡ് വളരെ വലിയ ആഘോഷമാണ്. കാർണിവൽസ്, വെനീസിൽ ഉണ്ടാകുന്ന കാർണിവൽ വളരെ ഫേമസ് ആണ്. ഇതിനോടൊപ്പം കൂടെ വരുന്നതാണ് ക്രിസ്മസും അതോടൊപ്പം ഈസ്റ്ററും ഒക്കെ വലിയ ആഘോഷങ്ങളായിട്ട് കടന്നു പോകുന്നു. അങ്ങനെ ഈ ആഘോഷങ്ങളാണ് റാങ്ക് നമ്പർ ബേസിൽ വേൾഡിനെ കീഴ്മേൽ മറിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ലോകത്ത് ഡെവലപ്പ് ചെയ്ത മോസ്റ്റ് റീസെന്റ് ഡെവലപ്ഡ് സെലിബ്രേഷൻസ്, അതിനെക്കുറിച്ചൊരു സർവേ നടക്കുകയുണ്ടായി. വേൾഡിലെ ഫേമസ് സെലിബ്രേഷൻസ് അല്ല, മോസ്റ്റ് റീസെന്റ് സെലിബ്രേഷൻസ് ഇൻ ദ വേൾഡ്. അങ്ങനെ ആ സർവേ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് കണ്ടെത്തുവാൻ പറ്റി. ഒന്നാമത് ലോകത്തിൽ ആഘോഷങ്ങളിൽ ഒന്നായി മാറി ന്യൂ ഇയേഴ്സ്. ലോകത്തിൽ 7 തരത്തിലുള്ള ടൈമുകളിലുള്ള ന്യൂ ഇയേഴ്സ് ആണ് ലോകം മുഴുവൻ ആഘോഷിക്കുക. ചൈന ഒരു പ്രത്യേക ടൈം, ഇന്ത്യ വേറൊരു ടൈം, ഓസ്ട്രേലിയ, ഇന്ത്യയിൽ തന്നെ ഉഗാദി നോർത്ത് ഇന്ത്യയിൽ, പഞ്ചാബിൽ വേറെ, കേരളത്തിൽ വിഷു എന്ന് പറയുന്ന പേരിൽ, ഗോവയിൽ കാർണിവൽ ഫെബ്രുവരി 2 തൊട്ട് തുടങ്ങുന്ന ടൈം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈമിലാണ് ഈ ന്യൂ ഇയർ കടന്നു വരിക. എന്നാണ് ന്യൂ ഇയർ തിരിച്ചറിയാൻ പറ്റണില്ല. രണ്ടാമത്തെ മോസ്റ്റ് റീസൺ ഡെവലപ്ഡ് സെലിബ്രേഷൻ വാലന്റൈൻസ് ഡേ ആണ്, ഫെബ്രുവരി 14. What does it mean? AD 270 കാലഘട്ടങ്ങൾ, ക്ലോഡിയസ് ചക്രവർത്തി റോമിൽ ഭരണം നടത്തുന്ന സമയം. ഇതാണ് വാലന്റൈൻസ് ഡേയ്ക്ക് കാരണമായ ഒരു സംഭവം. സഭയിൽ 3 തരത്തിലുള്ള വാലന്റൈൻ വിശുദ്ധരുണ്ട്. ആ പേരിൽ 3 വിശുദ്ധന്മാരുണ്ട്. സെയിന്റ് വാലന്റൈൻ, വാലന്റൈൻസ്, അങ്ങനെയൊക്കെ പേരിൽ കടന്നു പോകുന്ന 3 വിശുദ്ധർ. എന്നാൽ ലോകം ഒരാഘോഷത്തെ നമ്മുടെ നെഞ്ചിലേറ്റി. AD 270 കാലഘട്ടങ്ങളിൽ ക്ലോഡിയസ് ചക്രവർത്തി, അന്ന് യുദ്ധത്തിന് പോകുവാൻ യുവാക്കന്മാർക്ക് വിഷമം. കാരണം they were very close to their family. കുടുംബത്തോട് ഭയങ്കര ബന്ധം, അറ്റാച്ച്മെൻറ്റ്, തങ്ങളുടെ ജീവിത പങ്കാളികളും കൂട്ടുകാരുമാക്കിയുള്ള യാത്ര. അങ്ങനെ ക്ലോഡിയസ് ചക്രവർത്തി എംപറർ ഇങ്ങനൊരു തീരുമാനമെടുത്തു. ഇന്നു തൊട്ട് യൗവനങ്ങൾക്ക് വിവാഹം നിഷേധിച്ചു. ചരിത്രത്തിൽ ഐതിഹ്യം ഇങ്ങനെയാണ് പറയുക, ആ ടൈമിൽ സഭയിൽ വാലന്റൈൻ എന്നൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു.
ഈ ബിഷപ്പ് വിവാഹത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തൻ്റെ അടുത്ത് വരുന്ന യുവാക്കന്മാരുടെ വിവാഹം നടത്തിക്കൊടുത്തു. ക്ലോഡിയസ് ചക്രവർത്തിയുടെ കൽപ്പനയെ ലംഘിച്ച് നിരവധി വിവാഹങ്ങൾ. അങ്ങനെ വാലന്റൈൻ ജയിലിലായി, ക്രൂരമായ പീഡനം, പിന്നീട് മരണം. അവിടെ വച്ച് ജയിലറുടെ മകൾ, അന്ധയായ പെൺകുട്ടി, അവൾക്ക് ഈ വാലന്റൈനിലൂടെ കരുതലും തൻ്റെ സമർപ്പണവും മുഖേന പെൺകുട്ടിക്ക് കാഴ്ചയുണ്ടായി. ലാസ്റ്റ് ഒരു ലെറ്റർ എഴുതി മരണത്തിന് മുമ്പ്, വാലന്റൈൻ, ഫ്രം യുവർ വാലന്റൈൻ. ഈ വേർഡ് ലോകം കടമെടുത്തു. ഈ കഥ ശരിയാണോ എന്ന് അറിയില്ല. കാരണം ആൾ ബിഷപ്പാണ്, മരണത്തിലേക്ക് കടന്നുപോയി. എന്നാൽ കച്ചവട താല്പര്യമുള്ള ലോകം വാലന്റൈൻ, സെയിൻറ്റ് വാലന്റൈനായി നമ്മുടെയൊക്കെ നടുവിൽ പ്രണയത്തിന് പുതിയ കളറും പുതിയ സാധ്യതയുമൊക്കെയായി ലോകത്തിൽ ഡെവലപ്പ് ചെയ്തു. മോസ്റ്റ് റീസൺലി ഡെവലപ്ഡ് സെലിബ്രേഷൻ. എൻ്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യലൈസേഷൻ വന്നിരിക്കുന്ന സബ്ജക്റ്റ് മാർക്കറ്റിംഗ് ആണ്. ലോകത്തിൽ ഇന്ന് ഗ്ലോബലൈസേഷൻ ഡെവലപ്പ് ചെയ്തു. ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന മാർഗങ്ങളൊക്കെ എക്സ്പെൻസീവ് ആക്കുവാൻ ലോകം ഡെവലപ്പ് ചെയ്തു. റെഡ് ഹാറ്റും ക്യാൻഡീസും ചോക്ലേറ്റ്സും കാർഡ്സും ഒക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുവാൻ, മൊബൈൽസും വാച്ചസും ഒക്കെ കൂടുതൽ വിൽക്കപ്പെടുവാൻ വാലന്റൈൻ ഡേ വലിയൊരു കാരണമായി മാറി. മൂന്നാമത്തെ മോസ്റ്റ് റീസൺ ഡെവലപ്ഡ് സെലിബ്രേഷൻ ഏപ്രിൽ ഫൂളാണ്. ഏപ്രിൽ ടൈമിൽ കടന്നു വരുന്നത്, കൂട്ടുകാരെ പറ്റിക്കുന്നത്, അതൊക്കെ വലിയൊരു ആഘോഷമായി പർച്ചേസ് ചെയ്തും പിന്നീട് ഗിഫ്റ്റ് കൊടുത്തും ഒക്കെ കടന്നു പോകുന്ന ആഘോഷങ്ങൾ. അതിനുശേഷം വരുന്നതാണ് ഈസ്റ്റർ. ഈസ്റ്ററിൽ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ കൺട്രികൾ ആഘോഷിക്കുവാൻ എടുക്കുന്ന ഒരു മെറ്റീരിയൽ ഈസ്റ്റർ എഗ്ഗാണ്, ഈസ്റ്റർ മുട്ട. എന്ത് റീസണാണ് മുട്ടയ്ക്ക് ഈസ്റ്ററിലുള്ളത് എന്നറിയില്ല. ജീവൻ തരുന്ന ഒരു വസ്തുവായതുകൊണ്ടാകാം എന്ന് സ്പിരിച്വലി വേണമെങ്കിൽ നമുക്ക് വിവക്ഷിക്കാം. എന്നാൽ ഈസ്റ്ററിൽ മുട്ട ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന സാധനമാണ്, ക്രിസ്തുവിനേക്കാളുപരി. മദേഴ്സ് ഡേ, അമ്മയെ സ്നേഹിക്കാൻ കാർഡ് വേണ്ടി വരുന്നൊരു കാലഘട്ടമായി മാറി. നവംബർ, ഒക്ടോബർ 31 വേൾഡിനെ കീഴ്മേൽ മറിക്കുന്ന ഫെസ്റ്റിവലാണ് ഹാലോവീൻ. അതിൻ്റെ അർത്ഥം ഗോസ്റ്റ് ഡേ. സൈറ്റന്റെ പല രൂപത്തിലുള്ള, ഡെവിൾസിന്റെ പല രൂപത്തിലുള്ള ഡ്രസ്സൊക്കെ അണിഞ്ഞ് കുട്ടികൾ പല വീടുകളിൽ, വലിയവരും വലിയ വീടുകളിലൊക്കെ പോയി പേടിപ്പിക്കുന്ന ഹാലോവീൻ. ഏതായാലും നവംബർ 1 ആ ഒരു ടൈം പീരീഡ് സഭ അതിനെ ഓൾ സെയിൻസ് ഡേ ആക്കി കൺവേർട്ട് ചെയ്തു. ക്രിസ്മസ്, വേൾഡിൽ ഏറ്റവും കൂടുതൽ എക്കണോമി ഡെവലപ്പ് ചെയ്യുന്ന ടൈം ഡിസംബർ. ഏറ്റവും കൂടുതൽ ഡോളേഴ്സും പൗണ്ട്സും റുപ്പീസും വിൽക്കപ്പെടുന്ന കാലഘട്ടം. മോസ്റ്റ് എക്സ്പെൻസീവായ ടൈം. ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് വേൾഡിൻ്റെ പർച്ചേസിംഗ് പവർ. അവിടെ ക്രൈസ്റ്റിനപ്പുറം സാന്റാക്ലോസും ക്രിസ്മസ് ട്രീയും നക്ഷത്രങ്ങളും ഒക്കെ ഡെവലപ്പായി. ആഘോഷങ്ങൾ നീഡഡാണ്. യൗവനങ്ങൾ ആഘോഷിക്കുകയും ചെയ്യണം. പക്ഷേ ദ റീസൺ ഫോർ ദ സെലിബ്രേഷനും ദ റീസൺ ഫോർ ദ സീസണും മറ്റാരുമല്ല, അതിൻ്റെ സോഴ്സായ എന്താണെന്ന് മനസ്സിലാക്കാതെ ആഘോഷങ്ങൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, നമ്മൾ കാണുവാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ നമ്മൾ കാണുവാൻ പോകുകയാണ്. എന്തിനാണ് ആഘോഷിക്കേണ്ടത്? ആഘോഷിക്കണമോ? യെസ്.
ഒരു ജീവിതത്തിൽ ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ആഘോഷം. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ഓൾവേസ് എന്നാ പറയുക, ഓൾവേസ്. ഫിലിപ്പിയൻസ് 4:4 വചനം റിമെമ്പർ ചെയ്യാം. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ആഘോഷം ഒരു അനുഗ്രഹമായി മാറണം. 3 കാര്യങ്ങളാണ് ആഘോഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാകുക. പോയിന്റ് നമ്പർ 1, അത് ജീവിതത്തിൻ്റെ സീരിയസ്നെസ്സിൽ അത് നമ്മളെ ഈസി ചെയ്യും. അങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ജീവിതത്തെ ഏതോ ഒരു കഠിനമായ മല കയറുന്ന വലിയ സത്യമാക്കി മാറ്റി ജീവിതത്തെ വെറുക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് സെലിബ്രേഷൻസ് നമ്മുടെ ആത്മാവിൽ ഒരു വലിയ ചൈതന്യമേകും. പോയിന്റ് നമ്പർ 2, നമ്മുടെ പീരിയോഡിക് ഡിപ്രഷൻ വരുന്ന ടൈം പീരീഡ് ഉണ്ട്. ബോഡിയിൽ വരുന്ന ഹോർമോൺ കെമിക്കൽ ചേഞ്ചിന് സെലിബ്രേഷൻ ഡിപ്രഷനിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും അത് വിടുതലേകും, വിമോചനമേകും. 3, ജീവിതത്തിന് പ്രതീക്ഷ, ഹോപ്പും പെർസ്പെക്റ്റീവും ഒരു എയിമും ഒക്കെ തരുവാൻ സെലിബ്രേഷൻസ് കഴിയും. കാരണം നമ്മുടെ ലൈഫിൽ ലഭിക്കുന്ന സന്തോഷം, ലാഫൊക്കെ കൂടുതലും നമ്മളെ ഇമോഷണലി കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കാൻ കാരണമാകും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആഘോഷങ്ങളുടെ അഡ്വാൻറ്റേജസ് ആണ് നിങ്ങൾ കേട്ടത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? എൻ്റെ റിയൽ വാലന്റൈൻ ആരാണ്? എൻ്റെ ക്രിസ്മസിൻ്റെ ഫോക്കസ് ആരാണ്? എൻ്റെ മദേഴ്സ് ഡേയിൽ ഇമ്പോർട്ടൻ്റ് മദറാണോ ഗിഫ്റ്റാണോ? എൻ്റെ ഹാലോവീൻ ഞാനത് ആഘോഷിക്കേണ്ട ഒരു വ്യക്തിയാണോ? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സെക്കുലർ വേൾഡ് അവർക്ക് ഡോളേഴ്സും പൗണ്ട്സും ഡെവലപ്പ് ചെയ്യുവാൻ, ഗ്ലോബലൈസേഷൻ, വേൾഡ് ഇൻ ഫിംഗർ ടിപ്പ്, ഒരു കൈക്കുള്ളിൽ ഒതുങ്ങുന്ന ലോകമാക്കി മാറ്റുമ്പോൾ നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആഘോഷങ്ങൾ കൊണ്ടുവന്ന് ക്രിസ്ത്യാനിറ്റിക്കപ്പുറം, സഭയുടെ ആഘോഷങ്ങൾക്കപ്പുറം ഇതിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ യൗവനമേ, നമുക്കൊന്ന് ചിന്തിക്കാം. ആഘോഷങ്ങൾ എങ്ങനെയാണ് കടന്നു പോകേണ്ടത്? 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഘോഷങ്ങൾക്ക് നിർബന്ധമാണ്. ശ്രദ്ധിക്കുക, ആഘോഷങ്ങളുടെ നിർബന്ധമായ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിലൊന്ന് നമ്മുടെ സെലിബ്രേഷൻ്റെ ഫോക്കസ് ആണ്. ഫോക്കൽ പോയിന്റ് അത് ക്രൈസ്റ്റായി മാറണം. ബർത്ത്ഡേ ആകാം, ബർത്ത്ഡേ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാം, നമ്മുടെ ജന്മദിനം, നമ്മുടെ റാങ്ക് ലഭിക്കുന്ന ദിവസമാകാം, നമ്മൾക്ക് വളരെ വലിയ മാർക്ക് കിട്ടിയ ദിവസമാകാം, നമ്മുടെ ജീവിതത്തിൽ ഒരു അഡ്മിഷൻ കിട്ടിയതാകാം. ആഘോഷിക്കണം, സൂപ്പറായിട്ട് ആഘോഷിക്കണം. യൗവനമേ, ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു മാർഗവും മാറ്റിവെക്കരുത്. പക്ഷേ ആഘോഷങ്ങളുടെ പാത്വേ എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് നമ്മളുടെ ഫോക്കസ് ആണ്. എന്താണ് നമ്മുടെ ഫോക്കസ്? ബൈബിൾ പറയുക, കൊളോസസ് 3:17, അത് വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക. 1 കൊറിന്ത്യൻസ് 10:31 വ്യക്തമാക്കുക ഇങ്ങനെയാണ്: അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവ മഹത്വത്തിനായി ചെയ്യുവിൻ. 1 കൊറിന്ത്യൻസ് 10:31 ആണ്. ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവ മഹത്വത്തിനായി ചെയ്യണം. കൊളോഷ്യൻസ് 3:17 പറയുന്നു, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഒരു കാര്യം ഓർക്കുക, ആസ്വദിക്കണം ജീവിതം. ഫുഡ്, നമ്മുടെ ലൈഫിൽ കടന്നു വരുന്ന എല്ലാ മേഖലയും ആഘോഷിക്കേണ്ടതാണ്. പക്ഷെ ഓർക്കുക, എൻ്റെ ഫോക്കൽ പോയിന്റ്, ഫോക്കസ് എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ആയിരിക്കണം.
എൻ്റെ ആത്മീയ ജീവിതത്തെ റിന്യൂ ചെയ്യുന്നത് പലപ്പോഴും പൊട്ടിക്കരച്ചിലല്ല, ഒരാഘോഷം ആത്മാവിൽ ദൈവവുമായി ആഘോഷിക്കുമ്പോഴാണ്. ആ സമയത്ത് ഞാൻ പേഴ്സണൽ പ്രെയർ ഡിക്ലെയർ ചെയ്യും, ചിലപ്പോൾ ബൈബിൾ റീഡിംഗ് ഡിക്ലെയർ ചെയ്യും. അതുമല്ലെങ്കിൽ ഒരു കാറിൽ എല്ലാ ചില്ലും അടച്ചിട്ട് മാക്സിമം വോളിയത്തിൽ സൗണ്ട് വെച്ച് ദൈവത്തെ ഇങ്ങനെ വർഷിപ്പ് ചെയ്യും. അതുമല്ലെങ്കിൽ വീട്ടിലൊരു കുടുംബ പ്രാർത്ഥന ഒന്ന് മാറ്റിപ്പിടിക്കും. 7 മണിക്കപ്പുറം ഉച്ചയ്ക്ക് 12 മണിയാകാം, 3 മണിയാകാം, ഒരു ട്രാവലിംഗ് ആകാം, ചില മല നിരകളുടെ മുകളിലാകാം, ആഘോഷിക്കണം. സൂപ്പറാണ്. സോളിറ്റ്യൂഡ് എന്ന് പറയും. സോളിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഫോക്കൽ പോയിന്റ്. ഒരു ഫുഡ് നമ്മുടെ ലൈഫിൽ ആഘോഷമാവുമോ? നെഞ്ചകം വിങ്ങുമ്പോൾ ഏത് ഫുഡാണ് നമ്മളെ അനുഗ്രഹത്തിലേക്ക് ലീഡ് ചെയ്യുക? എൻ്റെ ഉറ്റവൻ നഷ്ടപ്പെടുമ്പോൾ ഏത് ഫിലിമാണ് എനിക്ക് ആശ്വാസമേകുക? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, ഒന്നാമത്തെ പോയിന്റ് ഫോക്കസ് ആണ്. ക്രൈസ്റ്റ് ആയിരിക്കണം ഫോക്കസ്. ക്രൈസ്റ്റ് ആയിരിക്കണം ഹീറോ. ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഡ്രസ്സിലല്ല ആത്മീയത. ബ്ലാക്ക് ആകാം, റെഡ് ആകാം, ഉള്ളിൽ ഒച്ചയ്ക്ക് പുഞ്ചിരിയാകാം. ആഘോഷിക്കണം. അതാണ് ദൈവം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ആഘോഷങ്ങളുടെ ഫോക്കസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ അത് ആഘോഷമല്ല. പോയിന്റ് നമ്പർ 2, യെസ്ര എന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സാധ്യതയുണ്ട്. ഈ സാധ്യത നമുക്ക് കാണുവാൻ പറ്റുക വലിയ അനുഗ്രഹമാണ്. യെസ്ര എന്ന പുസ്തകത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ ഒരു പുനർപ്രതിഷ്ഠ നടക്കുന്ന സമയമുണ്ട്. ആ സമയത്ത് വൃദ്ധന്മാരും യുവാക്കന്മാരും ഒരുമിച്ച് ഈ പ്രതിഷ്ഠ നടത്തുകയാണ്. അവരെന്ത് ചെയ്തെന്നറിയാമോ? വചനം പ്രതിവചനമായി, ഒരാൾ ഒരു വചനം പറയുന്നു, അതിന് പ്രതിവചനമായി സങ്കീർത്തനങ്ങളായി അവർ പരസ്പരം മത്സരിച്ചു. നമ്മൾ പറയല്ലേ, അന്താക്ഷരി എന്നൊക്കെ പറയല്ലേ, ഒരു വചനം നിർത്തുന്നിടത്ത് അടുത്ത വചനം തുടങ്ങുന്ന ഫൈറ്റ്. അതിനുശേഷം അവർ അത് സങ്കീർത്തനങ്ങളായി പാടി, പിന്നെ പാട്ടിലേക്ക് പോയി. അങ്ങനെ ഈ യുവാക്കന്മാർ ഇത് ചെയ്തപ്പോൾ വൃദ്ധന്മാരായ പ്രായമായവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാതെ വന്നു. അവർ പൊട്ടി പൊട്ടി കരഞ്ഞു, തങ്ങളുടെ യൗവനങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട്. ഈ സമയത്ത് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. അങ്ങ് ദൂരെ ഇത് കേട്ടുകൊണ്ടിരുന്നവർ കരച്ചിലും യുവാക്കന്മാരുടെ ആഘോഷവും സന്തോഷവും എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. യെശയ്യായുടെ പുസ്തകം 3-ാം അധ്യായം 10 തൊട്ട് 13 വരെ കാണുമ്പോൾ ഒരു കാര്യം കാണുവാൻ പറ്റും. അങ്ങ് ദൂരെ ഒരു വലിയ ആരവമായി, ഒരു വലിയ കാഹളമായി ജനത്തിന് തോന്നി. ഇവിടെ നടക്കുന്ന കരച്ചിലും സന്തോഷവും. എന്ത് രസമായിരിക്കും നമ്മുടെ ബർത്ത്ഡേ വചന പ്രതിവചനമായി നമ്മൾ ഡീൽ ചെയ്താൽ. ഈ സെലിബ്രേഷൻ, ക്രിസ്മസ്, ഈസ്റ്റർ, നോയമ്പ്, ശരിക്കും നോയമ്പ് ആഘോഷിക്കണം. ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്തിൽ ബേസ് ചെയ്ത് ആഘോഷിക്കണം. പോയിന്റ് നമ്പർ 2, 1 ക്രൈസ്റ്റിൽ ബേസ് ചെയ്യണം, ഫോക്കൽ പോയിന്റ്. 2 ദൈവവചനത്തിൽ ബേസ് ചെയ്യണം. അമേസിംഗ് ആയിരിക്കും. ഒരു വചനം കാണാതെ പഠിക്കണം. ഒരു ബുക്ക് വായിക്കുവാൻ ശ്രമിക്കണം. ഫിലിപ്പീൻസിൻ്റെ 4 അധ്യായങ്ങളുള്ള ഒരു ബുക്കാണ്. ഈ ബർത്ത്ഡേക്ക് ഞാൻ വായിക്കും, ഡിക്ലെയർ ചെയ്യണം. അമേസിംഗ് ആയിരിക്കും, അമേസിംഗ്. 3-ാമത്തെ പോയിന്റ് എന്താണ്? ഒബീഡിയൻസ് ആണ്. ജോൺ ചാപ്റ്റർ 14:8 പറയുക, 14-ാം അധ്യായം 8-ാം വാക്യം യോഹന്നാനിൽ പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവൻ അനുസരിക്കും. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. സ്പിരിച്വാലിറ്റി ഇൻ സെലിബ്രേഷനിൽ 3 പ്രധാനപ്പെട്ട പോയിന്റ്.
ഞാൻ നിരവധി വിശുദ്ധന്മാരുടെ, അതുപോലെ നിരവധി ബുക്കുകൾ, ഈ ആഘോഷങ്ങളുടെ ആത്മീയത, ഈ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്, പല ടോപ്പിക്കുകൾ ഇങ്ങനെ കടന്നുപോയി, വായിച്ചും കേട്ടുമൊക്കെ. അവയിൽ 3 പ്രധാനപ്പെട്ട പോയിന്റാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. ഫോക്കസ് ഓൺ ഗാഡ്, ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റ്. സകല ജനത്തിൻ്റെ സന്തോഷ വാർത്ത, അതിൻ്റെ സദ്വാർത്ത യേശു ക്രിസ്തു. ഫോക്കസ് ഓൺ ദ വേർഡ് ഓഫ് ഗാഡ്. അമേസിങ് വേർഡ് ഓഫ് ഗോഡ് നിങ്ങളുടെ ലൈഫിൽ കാണാതെ പഠിക്കണം. പിന്നീട് വരിക നമ്മുടെ ഒബീഡിയൻസ് ആണ്. ഇങ്ങനെ വേണം നമ്മുടെ ആഘോഷങ്ങളെ നമ്മൾ വലിയ അനുഗ്രഹമാക്കി മാറ്റുവാൻ. ഇനി എങ്ങനെയൊക്കെ ആഘോഷിക്കാം? പോയിന്റ് നമ്പർ 1, സങ്കീർത്തനം 150 പറയുക, സാംസ് 150. പാട്ടുപാടണം, കിന്നരം മീട്ടണം, ഗിറ്റാറൊക്കെ എടുക്കണം, ഡ്രംസ് എടുക്കണം, കീബോർഡ് എടുക്കണം, ഒച്ച സ്വരത്തിൽ പാട്ടുപാടണം. ബർത്ത്ഡേ കേക്കൊക്കെ വെച്ച് ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർത്ത് വെച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. സാംസ് 150, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അതിൻ്റെ കൂടെ നൃത്തം ചവിട്ടി ദൈവത്തെ ആരാധിക്കണം. ബൈബിളിൽ ഡാൻസ് ഇൻ സ്പിരിച്വാലിറ്റി എന്ന ഒരു ടോപ്പിക് ഉണ്ട്. എങ്ങനെയാണ് ഡാൻസ് ചെയ്യുക? നമ്മൾ ഉദ്ദേശിക്കുന്ന ഡാൻസ് ഒന്നും അല്ല ബൈബിളിലെ ഡാൻസ്. എൻ്റെ മൊമെൻറ്റ്സ്, എൻ്റെ മൂവ്മെൻറ്റ്, അതെല്ലാം ബൈബിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡാൻസ് കളിക്കണം ദൈവത്തിന് മുമ്പിൽ, നൃത്തം ചവിട്ടണം ആഘോഷങ്ങളിൽ. അങ്ങനെ ദൈവത്തെ നിങ്ങൾ ആഘോഷിക്കണം. പോയിന്റ് നമ്പർ 2, ജോയ്ഫുൾ ആയിരിക്കണം, നല്ലപോലെ പുഞ്ചിരിക്കണം, ഉച്ചസ്വരത്തിൽ പുഞ്ചിരിയോടെ ആഹ്ലാദാരവത്തോടെ ദൈവത്തെ സ്തുതിക്കണം, പുഞ്ചിരിക്കണം. കർത്താവിൻ്റെ മക്കൾ ഏത് പെനിട്രേഷൻ പോയിന്റിലും സൂയിസൈഡ് പോയിന്റിൻ്റെ മുന്നിലും ഇങ്ങനെ പറയണം, എന്ത് എന്നെ ദൈവത്തിൻ്റെ എന്താണ് ആഘോഷത്തിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് മാറ്റിവെക്കും? വാള, മരണമാ, പീഡനമാ, മാത്തമാറ്റിക്സ് പോയാലും, ഉദ്ദേശിച്ച ജോലി നഷ്ടപ്പെട്ടാലും, നമുക്ക് ലഭിക്കാനിരിക്കുന്ന ട്രെയിൻ നഷ്ടപ്പെട്ടാലും, നമ്മൾ പ്രതീക്ഷിച്ച അഡ്മിഷൻ ഇല്ലാതെ പോയാലും, പ്രതീക്ഷിച്ച പയ്യനോ പെൺകുട്ടിയോ നമ്മളിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞാലും, നോ വറീസ്, ആഘോഷിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയണം. 2ാമത്തെ പോയിന്റ്, ലാഫ് ആൻഡ് ജോയ്ഫുൾ, റിജോയ്സ് ഇൻ ദ ലോർഡ്. 3ാമത്തെ പോയിന്റ്, ആഘോഷങ്ങൾ ക്രിയേറ്റീവ് ആയിരിക്കണം. ക്രിയേറ്റീവായ ആർട്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ക്രൈസ്റ്റിനെ ബേസ് ചെയ്ത്, വാലന്റൈൻ ബേസ് ചെയ്ത് ഒരു കൂട്ടം യൗവനങ്ങൾ ക്രൈസ്റ്റ് കൾച്ചറിൽ ചെയ്തത് ഇതായിരുന്നു. പ്രണയാതുരമായ ചില കാര്യങ്ങൾ അവരെഴുതി, എന്നിട്ടത് യേശുക്രിസ്തു സംസാരിക്കുന്നത് പോലെ വോയിസ് ക്ലിപ്പ് എടുത്ത് വീഡിയോ ചെയ്ത് 14 ദിവസം അത് കുട്ടികളുടെ നടുവിലെത്തിച്ചു. കണ്ട, ക്രിയേറ്റീവ് ആർട്സ് എല്ലാം ക്രിയേറ്റീവായി ചെയ്യുമ്പോൾ അതിനൊരു ചേഞ്ച് വരും. നല്ലതല്ലേ ക്രിയേറ്റീവ് ആർട്സ്? അങ്ങനെ നിങ്ങൾ ആഘോഷിക്കണം, അത് ഡെവലപ്പ് ചെയ്യണം. അത് ഏതെങ്കിലുമൊക്കെ പിക്ചറുകൾ, മ്യൂസിക്കുകൾ, കാവ്യം അതൊക്കെ എഴുതുകയും അതിന് ട്യൂണിടുകയും അങ്ങനെയൊക്കെ വേണം ആഘോഷിക്കുവാൻ. 4th വൺ, അപ്രിഷിയേറ്റ് അതേഴ്സ്. നമ്മുടെ കൂടെ കൈയില്ലാത്തവരും കാലില്ലാത്തവനും കാഴ്ചയില്ലാത്തവരും ഒക്കെ കാണും. ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് ഒന്നും നടക്കാം, തൊട്ടടുത്ത വീട്ടിലേക്ക് ഒരു വിസിറ്റ്, കൂട്ടുകാരൻ്റെ അടുത്തേക്ക്. ആക്സിഡൻറ്റിൽ കാലൊടിഞ്ഞവൻ്റെ കാലിൽ തൊട്ട് ചുമ്മാ നിൻ്റെ കൂടി ഇരിക്കാൻ വന്നതാണെന്ന് പറയാം. വെരി ഗുഡ്, ഉഗ്രൻ ആഘോഷമായിരിക്കും, അമേസിങ്. കരയുന്നവനെ ചേർത്ത് പിടിച്ച് ഒന്ന് പറയാം,
ബെഡയാടാ, പക്ഷേ നിന്നെ വിട്ട് എന്ത് ആഘോഷമാണ്. ഒരു പരസ്യം പറയുന്നത് പോലെ നീ ഇല്ലാതെ എന്ത് ആഘോഷമെന്നൊക്കെ പറഞ്ഞ് കൂടെ ഇരുന്ന് കേക്ക് പീസൊക്കെ കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ അത് തിരിച്ചു വരാം. അപ്രീഷിയേറ്റ് അതേഴ്സ്. അറ്റ് ദ സെയിം ടൈം അവർ ചെയ്ത ഏതെങ്കിലും വർക്ക്സ്, അവർ പഠിച്ച സബ്ജക്റ്റുകൾ, അതിനെയൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ആഘോഷങ്ങൾ. അങ്ങനെ ആയിരുന്നല്ലോ ക്രൈസ്റ്റ്. ശരിക്കും ബൈബിളിൽ ആരും അടുപ്പിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു മേരി എന്ന മാഗ്ഡലിൻ സ്ഥലത്തുനിന്ന് കടന്നു വന്ന മാഗ്ദലന മറിയം. ലോകം പറയുക വ്യഭിചാരിയാണെന്ന്, അങ്ങനൊന്നും ആണെന്ന് ബൈബിൾ പറയുന്നില്ല. പാപനിയ സ്ത്രീ എന്ന് ബൈബിൾ പറയുന്നുണ്ട്, പക്ഷെ അത് മഗ്ദലന മറിയമാണെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു അത്ഭുതമുണ്ട് അവിടെ. ശരിക്കും മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു എന്നാണ് ഹിസ്റ്റോറിയൻസ്, സ്കോളേഴ്സായ ഹിസ്റ്റോറിയൻസ് പറയുക. സ്കീസോഫീനിയ ഡെവലപ്പ് ചെയ്ത പെൺകുട്ടി ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മരണം വരെ കൂട്ടുനിന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റപ്പം അവളുടെ മുമ്പിലാണ് ഉയർത്തെഴുന്നേറ്റത്. സോ ബി വിത്ത് ബ്രോക്കൺ പീപ്പിൾ. അതൊരു ആഘോഷമാണ്. 5ാമത്തെ പോയിന്റ്, ആഘോഷിക്കുന്നെങ്കിൽ ഒറ്റയ്ക്കാകരുത്. ഏതെങ്കിലും ഇന്നത്തെ ആഘോഷങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ബോധം നഷ്ടപ്പെടുക, അഡിക്ഷനിലേക്ക് പോവുക. ആൽക്കഹോൾ, മരീവാന, കഞ്ചാവ്, അങ്ങനെയുള്ള സ്റ്റഫ്സൊക്കെയാണ് നമ്മളെ ആഘോഷങ്ങളിലേക്ക് ലീഡ് ചെയ്യുക. എന്ത് രസമാണ് ആഘോഷം കുടുംബത്തോടൊപ്പമായാൽ. ഡെവലപ്പ് ഫാമിലി ഈവൻറ്റ്സ്. നിരവധി വ്യക്തികളുടെ നടുവിലൂടെ പോകുന്നൊരു ആളാണ് ഞാൻ. ഒത്തിരി പേരെ കൂട്ടിമുട്ടുന്ന ആൾ. ദൈവം തന്ന അനുഗ്രഹമാണത്. എൻ്റെ ജീവിതത്തിൽ ക്രൗഡും ആത്മാവിൻ്റെ ഓട്ടവും ഒക്കെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്നത് ബീയിങ് വിത്ത് എ ഫാമിലിയാണ്. ഫാമിലിയിൽ ഡെവലപ്പ് ചെയ്യണം ഈവൻറ്റ്സ്. ഫുഡൊക്കെ ചേഞ്ച് ചെയ്യണം. വൈഫിനോട് പറയണം, അല്ലെങ്കിൽ ഫ്രണ്ടിനോട് പറയണം, അല്ലെങ്കിൽ സിസ്റ്ററോട് പറയണം, അല്ലെങ്കിൽ നിൻ്റെ ബ്രദറിനോട് പറയണം, എടാ ഇന്ന് ഈ ഡിഷ് നമുക്കുണ്ടാക്കണം. കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് സൂപ്പറായിട്ട് ഡിഷൊക്കെ ചെയ്യണം. പപ്പായുടെയും മമ്മിയുടെയും വെഡിങ് ആനിവേഴ്സറി പറയണം, ഇന്നത്തെ ദിവസം ഞങ്ങളുടേതാണെന്ന് യൗവനങ്ങൾ പറയണം. നിങ്ങൾ അവിടെ ഇരിക്കുക, എന്തും ഉണ്ടാകാം. പക്ഷെ ഡെവലപ്പ് ചെയ്യണം ഫാമിലി ഈവൻറ്റ്സ്. പ്രേസ് ടുഗദർ, സ്റ്റേസ് ടുഗദർ. ആ ബിരിയാണിയൊക്കെ എടുത്തു വെച്ചിട്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി റിജോയ്സ് ഇൻ ദ ലോർഡ്. ഇന്നെന്തേ ഇങ്ങനെ സുവിശേഷം? ക്രിസ്റ്റോഫനിക്ക് മാറ്റം നൽകിയോ? നോ. ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റിയാണ്. മുട്ടുകുത്തലിൻ്റെയും കണ്ണുനീരിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലഘട്ടം മാത്രമല്ല ഒരു ക്രിസ്ത്യാനി. വിജയത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കീഴടക്കലിൻ്റെയും നമുക്കെതിരെ വരുന്ന ശത്രുവിനെ ഒരു വഴിയെ വരുന്നതിനെ 7 വഴിയെ തോൽപ്പിക്കുന്നതിൻ്റെയും ആത്മീയതയാണ് ക്രിസ്ത്യാനിറ്റി. യൗവനമേ, ഒരു എക്സാം തോറ്റുപോകുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് കരുതി തോറ്റുപോകുന്നതല്ല സ്പിരിച്വാലിറ്റി. പിന്നെയോ തോറ്റതിൻ്റെ മേൽ എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മല കീഴടക്കുമെന്ന് വിളിച്ചു പറയുന്നതാണ് സ്പിരിച്വാലിറ്റി. നെഞ്ചകം പൊട്ടിക്കരയുന്നതല്ല സ്പിരിച്വാലിറ്റി. നെഞ്ചകം വിരിച്ചു പിടിച്ച് എനിക്കൊരു ദൈവമുണ്ടെന്ന് പറയുന്നതാണ് സ്പിരിച്വാലിറ്റി. ആഘോഷിക്കണം, ഓർത്തിരിക്കുക, പ്രൈസ് ആൻഡ് വർഷിപ്പ്, സിങ് ചെയ്യണം, പാട്ടുപാടണം, ഡാൻസ് കളിക്കണം, തലകുത്തി മറിയണം. 2ാമത്തെ പോയിന്റ്, പുഞ്ചിരിക്കണം, തുള്ളിച്ചാടണം, ആത്മാവിൽ അനുഗ്രഹമായി മാറണം, ആഘോഷമാക്കി മാറ്റണം. കളറുകളും ഡ്രസ്സുകളും പാറ്റേണുകളും ഉണ്ടാകണം. വീട് മുഴുവൻ വചനങ്ങൾ എഴുതി ഒട്ടിച്ചു വെക്കണം. ഡോറിൻ്റെ ഫ്രണ്ടിൽ എന്താ പറയുന്നത്? ദ ടെറസ് റൂം, ഡേഞ്ചറസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വലിച്ചു പറിച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കണം, ക്രൈസ്റ്റ് ഈസ് മൈ ഹീറോ എന്ന് എഴുതി വെക്കണം. ഇഫ് യു ആർ എ ക്രൈസ്റ്റ്,
ഇഫ് യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യു ക്യാൻ എൻ്റർ ഇൻ മൈ ഹോം എന്നൊക്കെ എഴുതി വെക്കണം. അങ്ങനെയൊക്കെ ആകണം യൗവനങ്ങൾ. ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകം കണ്ട ഏറ്റവും വലിയ എന്താ പറയുന്ന പാട്ടുകാരെന്നൊക്കെ പറയുന്ന ഡാൻസുകാരെന്നൊക്കെ പറയുന്ന വ്യക്തികൾ ലോകത്തില്ലാതായി. എഴുതി വെക്കണം. സങ്കീർത്തനം അതൊക്കെ എഴുതി വെക്കണം. സാംസ് 23 കർത്താവ് എനിക്ക് ഇടയനാകുന്നു. ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്. ഒറ്റ വാക്യം മതി. കർത്താവ് എനിക്ക് ഒന്നിനും കുറവുണ്ടാകില്ലെന്നൊക്കെ എഴുതി വെക്കണം. അങ്ങ് മുകളിൽ നിങ്ങളുടെ റൂഫ് ടോപ്പിൽ നിങ്ങൾ ഒട്ടിച്ചു വെക്കണം കുറച്ച് സ്റ്റാർസും ഇതുമൊക്കെ. തിളങ്ങുന്ന ക്രൈസ്റ്റിൻ്റെ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എന്ത് കൊടുത്താൽ അത് മേടിച്ചു വരണം, ഒട്ടിച്ചു വെക്കണം. തിളങ്ങട്ടെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ജീവിതത്തിലും. പുതിയ ബൈക്ക്, പുതിയ കാറ്, അതിൻ്റെ പുറകിൽ എഴുതി വെക്കരുത് ഡോണ്ട് ഫോളോ മീ എന്ന്. എഴുതി വെക്കണം ഫോളോ മീ ബിക്കോസ് ഐ എം ക്രൈസ്റ്റ്. ഐ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഐ എം എ ക്രൈസ്റ്റ് ഓറിയന്റഡ് പേഴ്സൺ എഴുതി വെക്കണം. അതാണ് യൗവനം. കീഴ്മേൽ മറിക്കാം യൗവനം. ലോകത്തെ കീഴ്മേൽ മറിച്ചവർ ഇവിടെയും വന്നു കഴിഞ്ഞു എന്ന് പറയണം. ഫ്രണ്ടിലൊക്കെ എഴുതി വെക്കരുത്, അല്ലെങ്കിൽ ചില ബ്ലഡിന്റെ സ്പോട്ട് എഴുതി വെക്കരുത്, അതിന്റെ പിക്ചർ കൊണ്ട് വെക്കരുത്, ഡോറിലൊക്കെ അങ്ങനെ വെക്കരുത്. എക്സ്പ്ലോസീവ് എന്ന് ബൈക്കിന്റെ ടാങ്കിന്റെ മേലെ എഴുതി വെച്ച് ഭയങ്കര സ്പീഡിൽ ഫ്ലൂട്ടൊക്കെ കട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് സ്പീഡിൽ പോകുമ്പോൾ ഓർക്കുക, ചിലപ്പോൾ ഒരു ദിവസം എക്സ്പ്ലോസീവ് ആകാം. I'm a martyr. I just want to be a martyr for Christ എന്ന് എഴുതി വെക്ക. ക്രിസ്റ്റോഫനി എന്ന് എഴുതി വെക്ക. എഴുതി വെക്കണം I'm a child of God. അല്ലെങ്കിൽ എഴുതി വെക്ക chosen, തെരഞ്ഞെടുക്കപ്പെട്ടവൻ. I am victorious എന്ന് എഴുതി വെക്കണം. അങ്ങനെയാകണം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം. പുതിയ അഡ്മിഷനുമായി ഹോസ്റ്റലുകളിലും കോളേജുകളിലും കയറി ഇറങ്ങുമ്പോൾ അവയിലെല്ലാം കാണുക കയ്യിലിരിക്കേണ്ടത് ബൈബിളായിരിക്കണം. ആഘോഷിക്ക്, യൗവനമേ ആഘോഷിക്ക്. ആര് പറഞ്ഞു ആഘോഷിക്കരുതെന്ന്? അമേസിംഗ് ആണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ലാഫ്, ജോയ്ഫുൾ, എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആർട്സ്. നമ്മുടെ ലൈഫിൽ ക്രിയേറ്റീവ് ആർട്സ് ഒക്കെ നമ്മൾ സൃഷ്ടിക്കണം. എനിക്ക് പാടാൻ അറിയത്തില്ല, അതുകൊണ്ടെന്ത്, കീബോർഡ് വായിക്കാൻ അറിയാമല്ല. അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അതുപോലെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പെങ്ങളെ ആകാം, സിസ്റ്ററെ ആകാം, നിങ്ങളുടെ ചേട്ടനെ ആകാം, ബ്രദറിനെ ആകാം, ഫ്രണ്ടിനെ ആകാം. എടാ സൂപ്പറാ, മോളെ തകർത്തു. ചില വാക്കുകൾ അനുഗ്രഹമാക്കി മാറ്റും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കുക. ഞാൻ ഇനി ആഘോഷങ്ങളിലെ സ്പിരിച്വാലിറ്റി ഇൻ സെലിബ്രേഷനിൽ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ എടുത്തു വെക്കുകയാണ്. അതായത് ആഘോഷങ്ങളുടെ ഡിസിപ്ലിനാണ് എടുത്തു വെക്കുക. ഒന്ന്, ആഘോഷത്തിന് 3 ആസ്പെക്റ്റുകളുണ്ട്. ഓരോ സെലിബ്രേഷനും ഇന്റേണൽ ആണ്. അതിനൊരു എക്സ്റ്റേണലായ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം മൂന്നാമത്തേത് ഫെലോഷിപ്പും ഉണ്ട്. അതുകൊണ്ട് 3 പോയിന്റും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് വെക്കുന്നു. ഒന്ന് ഇന്റേണൽ പോയിന്റ് ആണ്. എല്ലാ ആഘോഷങ്ങളുടെയും ഡിസിപ്ലിൻ സ്ട്രക്ചറിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുക പേഴ്സണൽ പ്രെയർ ഉണ്ടാകണം ഇന്റേണലി. 2, ബൈബിൾ റീഡിംഗ് ഉണ്ടാകണം. 3, ഫാസ്റ്റിംഗ് ഉണ്ടാകണം, ഉപവാസം. 4, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഉണ്ടാകണം. ഇന്റേണലി ഒരു മനുഷ്യൻ ചെയ്യേണ്ട ആഘോഷങ്ങളുടെ ബേസാണ്. ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്ത് ഒരു സൂപ്പർ ക്വാളിറ്റി കൺഫഷൻ, ഒരു കുമ്പസാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകണം. പുതിയ കോളേജിൽ കിട്ടിയ അഡ്മിഷന് വേണ്ടിയാകാം, നീറ്റോ, ജെഇഒ, ജെഇ മെയിനോ, അതുമല്ലെങ്കിൽ സിവിൽ സർവീസോ, എന്തുമാകാം. നിങ്ങളുടെ ലൈഫിലെ ആഘോഷങ്ങളിൽ ഇന്റേണൽ ആയിരിക്കണം. ഉഗ്രൻ സൂപ്പർ ക്വാളിറ്റി കൺഫഷൻ, 4 കാര്യങ്ങളും പേഴ്സണൽ പ്രേയർ, ബൈബിൾ റീഡിംഗ്, ഫാസ്റ്റിംഗ്, അതോടൊപ്പം പ്രൈസ് ആൻഡ് വർഷിപ്പ്. അത് ഇന്റേണൽ. ഔട്ട്വേർഡ് എങ്ങനെ ആയിരിക്കണം? ഇതിനോട് എക്സ്റ്റേണലി ആഘോഷം എങ്ങനെയാണ് ആഘോഷിക്കപ്പെടുക? പോയിന്റ് നമ്പർ 1, എഴുതി വെക്കാമെങ്കിൽ എഴുതി വെച്ചോ. സിമ്പിൾ ആയിരിക്കണം ആഘോഷങ്ങളിൽ. ആർക്കും അടുക്കാൻ പറ്റാത്ത വിധമാകരുത് നമ്മുടെ ലൈഫ്. അങ്ങനെയുള്ള വാഹനവും അങ്ങനെയുള്ള ഫുഡും അങ്ങനെയുള്ള ഫിലിംസും അങ്ങനൊന്നും ആയിരിക്കരുത് നമ്മുടെ ലൈഫ്. ഡെവലപ്പ് എ സിമ്പിൾ ലൈഫ് ഇൻ യുവർ ലൈഫ്. സെക്കൻഡ് പോയിന്റ്,
ഒരു സോളിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. ഒരു സോളിറ്റ്യൂഡ് ലൈഫ്, സ്പെൻഡിങ് ടൈം വിത്ത് ഗോഡ്. കർത്താവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. അൺവാണ്ടഡ് ലക്ഷറിയസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. നീഡഡായ കുറേ കാര്യങ്ങളൊക്കെ വേണമെന്നല്ല, പക്ഷെ പേരൻസിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെയും നമ്മുടെ ലൈഫിൻ്റെ സ്റ്റേജിനെയൊക്കെ തകർത്ത് മറിക്കുന്നതാകരുത് ലൈഫ്. ഓർക്കുക, നമ്മുടെ മാസ്റ്റർ ടാക്സ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ ഒരു നാണയമില്ലായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, നീ പോയി ഒരു ചൂണ്ടയെടുത്ത് അവിടെ തടാകത്തിൽ ചൂണ്ടയിടുമ്പോൾ കിട്ടുന്ന മത്സ്യത്തിൻ്റെ ഉള്ളിൽ ഒരു നാണയം. പോക്കറ്റിൽ ഒരു നാണയമില്ലാത്തവൻ, ദാറ്റ് ഈസ് വാട്ട് യുവർ മാസ്റ്റർ. നിന്റെ മാസ്റ്റർ അവനാണ്, ജീസസ് ക്രൈസ്റ്റ്. ജേസി, എന്ത് അമേസിങ്, എന്ത് കോൺട്രാഡിക്ടറിയ സിറ്റുവേഷൻ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അത് രണ്ടാമത്തെ സോളിറ്റ്യൂഡ് ലൈഫ് ഉണ്ടാകണം. ദൈവവുമായി സമയം സ്പെൻഡ് ചെയ്യണം. മൂന്നാമത്തേത് സബ്മിഷൻ ആൻഡ് സറണ്ടർ ആണ്. കർത്താവിൻ്റെ മുന്നിൽ സറണ്ടർ ചെയ്യണം. വേണ്ടേ? വേണ്ട. ദൈവം ആഗ്രഹിക്കുന്നില്ലേ? വേണ്ട. അത് കോഴ്സാകാം, സമ്പത്താകാം, നമ്മുടെ ലൈഫിൽ എന്തുമാകാം, പെൺകുട്ടിയാകാം, എന്തും വേണ്ടേ വേണ്ട എന്ന് പറയണം. അത് വേണ്ട എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സബ്മിഷനും സറണ്ടറും ദൈവത്തിൽ ഉണ്ടാകണം. ഫോർത്ത് വൺ, ആഘോഷങ്ങളിൽ ഒരു ആത്മീയത ഉണ്ടാകണമെങ്കിൽ അതിലൊരു സർവീസ് ഉണ്ടാകണം. മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യാൻ, നേടിയെടുക്കുവാനുള്ളൊരു സർവീസ് ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക, ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. മൂന്നാമത്തെ മെയിൻ പോയിന്റ് ഫെലോഷിപ്പാണ്. ഗ്രൂപ്പിൽ ആഘോഷം എങ്ങനെയായിരിക്കണം? ജനം ശ്രദ്ധിക്കണം, ദൈവത്തോടുള്ള നിന്റെ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, അത് നീ എക്സ്പ്രസ് ചെയ്യണം. ഞാൻ നല്ലതുപോലെ പഠിച്ചു, എനിക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് പറയരുത്. കൂട്ടുകാരനോട് പറയേണ്ടത്, എടാ നിനക്ക് നല്ല കോളേജാണല്ലോ കിട്ടിയത്, നിനക്ക് അഡ്മിഷൻ കിട്ടിയല്ലോ, ദൈവം നിന്നെ അനുഗ്രഹിച്ചല്ലോ എന്നൊക്കെ പറയുമ്പം, ആ ശരിയാടാ, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി പഠിച്ചു, അതല്ല നിന്റെ പോയിന്റ്. നീ പറയേണ്ടത് എല്ലാം ദൈവമാടാ, ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. ഗ്രൂപ്പിൽ നീ നിന്റെ ഫെയ്ത്ത് ഡിക്ലെയർ ചെയ്യണം. ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് താങ്ക് യു ജീസസ് എന്ന് പറയണം. എൻ്റെ ദൈവമേ നിനക്ക് നന്ദി എന്ന് പറയണം. പ്രാക്ടിക്കലാകുക. രണ്ടാമത്തെ കാര്യം, ഒരു പാട്ടൊക്കെ പാടണം. എങ്ങനെ? നന്ദിയോടെ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തതൊക്കെ. ദൈവത്തിൻ്റെ മുന്നിൽ നന്ദിയോടെ പാട്ട് പാടണം. 3, ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ഗൈഡൻസ് ചോദിക്കണം. അതോടൊപ്പം മെൻറ്റേഴ്സ്, നിങ്ങളുടെ സ്പിരിച്വൽ മെൻറ്റേഴ്സ്, നിങ്ങളെ ലീഡ് ചെയ്യുന്ന എൽഡേഴ്സ്, അവരുമായിട്ടൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം. ബർത്ത്ഡേക്ക് വിളിച്ച് പ്രാർത്ഥിക്കണം. ചേച്ചി, ചേട്ടാ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്നെനിക്ക് അഡ്മിഷൻ കിട്ടി, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ ആഘോഷിക്കണം. 4, സെലിബ്രേറ്റ് ചെയ്യണം. പപ്പയായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. പപ്പയുടെ വണ്ടിയിൽ ബൈക്കിൻ്റെ പുറകിൽ കയറിയിരിക്കണം, കാറിൻ്റെ ഒരു സൈഡിൽ കയറിയിരിക്കണം. എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്നൊക്കെ ചോദിക്കണം. മമ്മിയുടെ കൂടെ കിച്ചണിൽ ചെന്ന് ആ സിങ്കിൻ്റെയും ആ കിച്ചൺ ടോപ്പിൻ്റെയും മുകളിൽ കയറിയിരിക്കണം. മമ്മിയെ പുറകിൽ നിന്ന് ചെന്ന് കെട്ടിപ്പിടിക്കണം. പെങ്ങളോടൊത്ത് സമയം ചെലവഴിക്കണം. ചേട്ടനോടൊത്ത് സംസാരിക്കണം. പൊട്ടിച്ചിരിക്കാൻ ഒരു കുടുംബ ബന്ധമുണ്ടാകണം. സെലിബ്രേഷൻസ്. എബ്രഹാമിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? യാക്കോബിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? ദാവീദിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? സോളമൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? എന്തിനേറെ, ധൂർത്തപുത്രൻ വരുമ്പോൾ പിതാവ്, നഷ്ടപ്പെട്ടവനെ നോക്കി നിൽക്കുന്ന സ്നേഹമതിയായ പിതാവ് മട്ടുപ്പാവിൽ നിന്ന് വിളിച്ചു പറയുന്ന വാക്യം ഇതാണ്: കൊഴുത്തതിനെ കൊല്ല്, ആഘോഷിക്കുക. സെലിബ്രേഷൻ. സ്വർഗത്തിൽ ഏറ്റവും വലിയ സെലിബ്രേഷൻ നടക്കുക. മാലാഖമാർ തുള്ളിച്ചാടുന്നൊരു സമയമുണ്ട്. അതിങ്ങനെയാണ്: ഒരു
പാപത്തിൽപ്പെട്ട് ഒരു മാനസാന്തരം തേടാതെ അലയുന്ന ഒരാൾ മാനസാന്തരത്തിലേക്ക് വരുന്ന ഒരു സമയം. എ സിന്നർ ടേൺഡ് ഇൻടു ദ സെയിന്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തയ്യാറാകാം. പ്രിയപ്പെട്ട ദൈവജനമേ, സ്പിരിച്വാലിറ്റി ഇൻ സെലിബ്രേഷൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇങ്ങനെ ആഘോഷിക്കാം. അറ്റ് ദ സെയിം ടൈം ആഘോഷിക്കാൻ എടുത്തു വച്ചിരിക്കുന്ന പെൺകുട്ടിയും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും റൈറ്റ് ഓർ റോങ് ദൈവത്തോട് ചോദിക്കാവുന്ന, ഇത് ശരിയാണോ, ഇത് തെറ്റാണോ? കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവൻ ഏറ്റവും സ്നേഹിച്ചതും ആ പെൺകുട്ടിയാണ്. ഈ സ്പിരിച്വൽ ലൈഫിലുള്ള ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്, നമ്മളൊരാത്മീയതയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കൂട്ടിമുട്ടുന്ന വ്യക്തി ഒരാത്മീയ മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ fall in love with that person. തെറ്റാണ്. സ്പിരിച്വാലിറ്റിയിൽ ലവ് എന്ന് പറയുന്നത് ഒരു വാലന്റൈൻ ആയിരിക്കണം. ആ വാലന്റൈൻ്റെ പേര് ജെസി, ജീസസ് ക്രൈസ്റ്റ് ആണ്. അങ്ങനെ ഒരു ടെസ്റ്റിമണിയാണ് നമ്മളിപ്പോൾ കേൾക്കുവാൻ പോകുക. ജീവിതത്തിൽ തൻ്റെ വാലന്റൈനായി മാറിയ ക്രൈസ്റ്റിനെ നെഞ്ചിലേറ്റുന്ന ടെസ്റ്റിമണി. യുണൈറ്റഡ് കിങ്ഡത്തിൽ ഒരു സർവീസ് ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ വർക്കിൽ, ഒരു ഗവൺമെൻറ് സെഗ്മെൻറ്റിൽ സീനിയർ മാനേജറായി വർക്ക് ചെയ്യുകയും വളരെയധികം പ്രൊഫഷണലി ടാലൻറ്റഡും ബ്ലെസ്ഡുമായ ഒരു വ്യക്തി തൻ്റെ വൊക്കേഷൻ ടൈമിൽ ഇന്നത്തെ ദിവസം യൗവനങ്ങൾക്ക് ഒരു മാതൃകയായി ഒരു സൂപ്പർ ക്വാളിറ്റി ടെസ്റ്റിമണി നൽകുകയാണ്. നമുക്കൊന്ന് കേൾക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ബിനീഷ് കാപ്പൻ എന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുക, ടെസ്റ്റിമണി അനുഗ്രഹമാകുക എന്നൊക്കെ പറയുകയാണ്. സെലിബ്രേഷൻ, കടന്നു വന്ന വെക്കേഷൻ, ഈ ഒരു ക്രിട്ടിക്കൽ ടൈമിൽ കോവിഡിൽ എങ്ങനെയാണ് ആഘോഷങ്ങളെ നേടിയെടുക്കേണ്ടത് എന്ന് തൻ്റെ ടെസ്റ്റിമണിയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു. നിരവധി യൗവനങ്ങളുടെ നടുവിൽ ഉഗ്രൻ ട്രെയിനറായി വേൾഡിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തൻ്റെ വലിയ ടെസ്റ്റിമണിയെ നമുക്കൊന്ന് കേൾക്കാം, ഒന്ന് കാതോർത്തിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് ചേർത്ത് വെക്കാം. ഒരു അവധിക്കാലം ആഘോഷിക്കാനാണ് ഇങ്ങ് വന്നത്. പക്ഷേ ദൈവം കണ്ടെത്തിയത് മറ്റൊരു മാർഗമായിരുന്നു. ഒരു 34 വർഷത്തെ കഠിനമായ ആസ്തമ. കഠിനമായതെന്ന് പറഞ്ഞാൽ അതികഠിനമായ ആസ്തമ. ഒരു 40 വയസ്സിന് ശേഷം പയ്യെ ഇവൻ മരണത്തിലേക്ക് പോകുമെന്ന് വിധി എഴുതിയ ഡോക്ടർമാർ. അങ്ങനെ ഒരു വൈകുന്നേരം വീട്ടിൽ മറ്റു പണികളൊന്നുമില്ല എന്ന് ഞാൻ കരുതിയിരുന്ന അമ്മച്ചി ധ്യാനത്തിന് പോകുന്നു. മനസ്സിൽ പുച്ഛം മാത്രം. അങ്ങനെ ഇരിക്കെ അമ്മച്ചിയെ തിരികെ കൊണ്ടുവരാൻ രാത്രി ഒരു 10 മണിക്ക് ചെല്ലുന്നു. ധ്യാനം തീർന്നിട്ടില്ല, തീരാൻ പോകുന്നുള്ളൂ. ആകപ്പാട് ഒച്ചപ്പാടും ബഹളവും. സോഷ്യൽ വർക്ക് പഠിച്ചതുകൊണ്ടും സൈക്കോളജിയും സൈക്കാട്രിയും ഡീൽ ചെയ്യുന്നതുകൊണ്ടും വിവിധങ്ങളായ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസുള്ള ചെറുപ്പക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ബാക്കി ധ്യാനവും വർഷിപ്പും എല്ലാം ഒരുതരം മെൻ്റലിസ്റ്റിക് പരിപാടികളാണെന്ന് നന്നായി വിശ്വസിച്ച് ഞാൻ പുച്ഛത്തോടെ തന്നെ അമ്മയെ തിരികെ കൊണ്ടുവരാൻ പോകുന്നു. അവിടെ വെച്ച് ഇങ്ങനെ റജി കൊട്ടാരം വിളിച്ചു പറയുന്നു, ആസ്തമ ഉള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ. 32 വർഷത്തെ ആസ്തമ മാറാത്ത ഞാൻ എഴുന്നേറ്റ് നിൽക്കുമോ? അവിടെ ഇരുന്നു. ആ മനുഷ്യൻ നടന്നു വന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ആസ്തമ ഉണ്ടായിട്ട് എന്നാ നീ എഴുന്നേറ്റ് നിൽക്കാത്ത? അപ്പം ഞാൻ കരുതി ഇയാളൊരു മെൻ്റലിസ്റ്റ് തന്നെ. കണ്ണുകൾ അടച്ചു നിന്നു. പിന്നെ ഓരോന്നോരോന്നായി ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവത്തിനെല്ലാം സറണ്ടർ ചെയ്യുവാണെങ്കിൽ നിൻ്റെ ആസ്തമ മാറും. എൻ്റെ ബുദ്ധി ഉപയോഗിക്കണമോ, അതോ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ സ്വീകരിക്കണം? ഒന്ന് കണ്ണടച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇന്നിതാ 5 കൊല്ലമായി ആസ്തമയില്ല. ഒരവസരം ഇതെങ്ങനെ യൂത്തിനെ അറിയിക്കണം എന്ന് കരുതി നടന്ന സമയത്ത് എൻ്റെ ഫ്ലൈറ്റ് ക്യാൻസലാകുകയും ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുകയും ചെയ്തു. ഓരോ വർഷവും 200ഓളം യൂത്ത്,
അതായത് 16 തൊട്ട് 23 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആ കുട്ടികളിലെല്ലാം ഒരുതരം വലിയ കുറവാണ്. അപ്പം നമ്മൾ പല തരത്തിലുള്ള തെറാപ്പികൾ കൊടുക്കാൻ ഓടി നടക്കുക. ഈ തെറാപ്പി ആയിരിക്കും നല്ലത്, ആ തെറാപ്പി ആയിരിക്കും നല്ലത്. പക്ഷെ ഇവഞ്ച്വലി ഒരു 10-18 വർഷത്തെ സോഷ്യൽ വർക്കിന് ശേഷമാണ് തിരിച്ചറിയുന്നത് യേശു എന്ന ഒറ്റ തെറാപ്പിയേ ഉള്ളൂ എന്നുള്ള കാര്യം. പക്ഷെ ഇതവരെ അറിയിക്കുവാൻ അവിടുത്തെ നിയമം നമ്മളെ അനുവദിക്കുന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവം എൻ്റെ കൂടെയുണ്ടെങ്കിൽ സകലതും എനിക്ക് കീഴ്പ്പെടുത്താമെന്നുള്ള ബോധം പയ്യെ 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 സ്റ്റാഫുകളിലേക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ യൂത്തിലേക്കും കൊടുക്കുമ്പോൾ അവർ വരുന്ന മാറ്റം അതെത്ര സന്തോഷകരമാണെന്നറിയാം. ഒരു തെറാപ്പിക്കും മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ സൈക്യാട്രി എഴുതിത്തള്ളിയ എത്രയോ കുട്ടികൾ അവരിന്ന് ജീവിതത്തിൽ മുന്നോട്ട് മാറുന്നു. അവർക്കാരുമില്ല, എന്നാലും ഒരേ ഒരാളിൽ മാത്രമാണ് അവരുടെ വിശ്വാസം. അതെ, ക്രിസ്തു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആരാണ് നമുക്കെതിരെ നിൽക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ നമുക്ക് ചിന്തിക്കാൻ. യാക്കോബ് 4:5 പറയുന്നു, ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊതിയോടെ അഭിലഷിക്കുന്നു. നമ്മൾ വീക്കാവുമ്പം നമ്മുടെ ഫോൺ ചാർജ് പോകുന്ന പോലെ, എൻ്റെ ഫോൺ ഐഫോൺ ആണെങ്കിൽ ഞാൻ സാംസങ് ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കോഡ് വേണം. ഒരൊറ്റ കോഡേ നമുക്കുള്ളൂ. നമ്മുടെ സന്തോഷത്തിന് കാരണം ഒരൊറ്റയാളേ ഉള്ളൂ, അത് മറ്റാരുമല്ല, എൻ്റെ യേശു ക്രിസ്തു മാത്രം. കാരണം നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് കണക്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ഒരൊറ്റ സന്തോഷം മാത്രമേ നമുക്ക് വരികയുള്ളൂ. അതിന് മറ്റൊരിടത്തും പോകേണ്ട കാര്യമില്ല. നമ്മുടെ കിടക്കപ്പായിൽ, നമ്മുടെ സ്വീകരണ മുറിയിലിരിക്കുന്ന ബൈബിൾ, എൻ്റെ പൊന്നു ദൈവമേ, എൻ്റെ ഈ തകർച്ചയിൽ എനിക്കെൻ്റെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ചോദിക്കാൻ പറ്റാത്ത, അവരാരിൽ നിന്നും ഒരു കൗൺസിലിങ്ങിൽ നിന്നും എനിക്ക് കിട്ടാൻ പോകാത്ത, ദൈവമേ ഒരൊറ്റ വാക്ക് എന്നൊന്ന് ഉറക്കെ നെഞ്ചിൻ്റെ കൂടിൻ്റെ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞാൽ കിട്ടിയിരിക്കും. സങ്കീർത്തനം 37:4 പറയുന്നു, നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ നിന്ന് നൽകും. ചുമ്മാ ആനന്ദിച്ചാൽ മാത്രം മതി. അതെ, ജസ്റ്റ് ബി വിത്ത് ഗോഡ്, ബി വിത്ത് ക്രൈസ്റ്റ്. ആ സന്തോഷം നമ്മൾ ഉണ്ടാകുമ്പോൾ അത് കർത്താവിലാണെങ്കിൽ 100% അത് ദൈവം സാധിച്ചു തന്നിരിക്കും. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമ്മുടെ അടുക്കയിലേക്ക് വരുമ്പോൾ, കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആരുമാവട്ടെ, അവർ നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ, ഒരു സഹായത്തിനായിട്ട് വരുമ്പോൾ, നമുക്ക് എത്രമാത്രം നോളജ് അവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും. പലപ്പോഴും അവിടെ ഹ്യൂജ് ഒരു ഗ്യാപ്പുണ്ട്. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസേൺ ചെയ്ത് നോക്കുക, എന്തിനായിരിക്കും ഈ ഓപ്പോസിറ്റ് വന്നിരിക്കുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? ഒന്നിനുമല്ല, ദൈവത്തോട് ചോദിച്ച് ഡിസേൺ ചെയ്ത് ഒരു വചനം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ, എടാ എടി നമുക്കൊന്ന് കണ്ണടയ്ക്കാം, ദേ എൻ്റെ ഫോണിൽ POCയുടെ ബൈബിളുണ്ട്, ഞാനൊന്ന് തെന്നിച്ച് നോക്കട്ടെ, എന്താ ദൈവം പറയും നമുക്ക് നോക്കാം. ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു കൗൺസിലിംഗ് ഇല്ല, ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊരു തെറാപ്പിയും ഇല്ല. കൗൺസിലിങ്ങുകൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ പുതിയ പുതിയ സയൻസ് മാറുന്നതനുസരിച്ച് പുതിയ പുതിയ ടെക്നിക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒന്നിനെയും താഴ്ത്തി കെട്ടുന്നില്ല. പക്ഷേ നമ്മുടെ കൗൺസിലർ ഒരേ ഒരാളേ ഉള്ളൂ, ഒരൊറ്റയാൾ. ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ഓർക്കുന്നില്ലേ? ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. ആ ഒറ്റ കൗൺസിലർ മതി നമുക്ക്. ആ കൗൺസിലിങ്ങിലേക്ക് എത്തുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ബൈബിൾ എന്ന വഴി. ദൈവം ഒരിക്കലും കൈവിടില്ല എന്നുള്ള പരിപൂർണമായ ബോധം 32 വർഷം പ്രാർത്ഥനയിലിരുന്ന എൻ്റെ അമ്മ ധ്യാനത്തിന് പോയപ്പോൾ പുച്ഛിച്ച എൻ്റെ ചിന്ത, എൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ നോളജുകളും, എൻ്റെ സൈക്യാട്രി, സൈക്കോളജി, സോഷ്യൽ വർക്ക് എല്ലാം ഒരു രാത്രിയിൽ മാറിമറിഞ്ഞില്ലേ? അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ചിന്തകളും, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആഘോഷങ്ങളും മറ്റൊരു തലത്തിലേക്ക് മാറിയില്ലേ? എന്തിനേറെ പറയുന്നു, ഒരൊറ്റ വാലന്റൈനെ ഇപ്പം നമുക്കുള്ളൂ. അത് മറ്റാരുമല്ല, എൻ്റെ ക്രിസ്തു എന്ന് പറയാനുള്ളൊരു ധൈര്യം. ഇതൊന്നും ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല. ഒരു വലിയ ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നത്, മറ്റെല്ലാവരെക്കാളും
കൊരിന്ത്യൻസ് 1:13 വചനം. മറ്റെല്ലാവരെക്കാളും ഞാൻ അധ്വാനിച്ചു, പക്ഷെ എന്നിലുള്ള ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി അധ്വാനിച്ചതെന്നുള്ള ബോധം ഇല്ലാതെ പോയി. എന്നിലുള്ള ക്രിസ്തു എൻ്റെ കൂടെ അധ്വാനിക്കുമ്പോൾ ആ അധ്വാനം നമുക്കൊരു ഭാരമില്ല. കാരണം അവനാണ് നമുക്ക് വേണ്ടി നുകം വഹിക്കുന്നത്. അവൻ്റെ നുകത്തിനാകട്ടെ ഭാരമില്ല. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ ദൈവം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിക്കും. നിങ്ങളൊരു കൗൺസിലിങ്ങിലും പോകേണ്ട വരുന്നില്ല. ഒരു മനുഷ്യൻ്റെ പുറകെ നിങ്ങൾ പോകേണ്ട വരുന്നില്ല. ദൈവം ഇത്ര സമീപസ്ഥവനായ ഒരു ദൈവം നമുക്കുണ്ടായിരുന്നിട്ടാണോ നമ്മളെല്ലായിടത്തും അലഞ്ഞത്? ഇത്ര സമീപസ്ഥനായ ഒരു കൗൺസിലർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടാണോ നിങ്ങളുടെ കൂട്ടുകാരനും കൂട്ടുകാരിയും ഒന്ന് വിഷമിച്ചപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ പോയത്? ചിന്തിക്കുക. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് ഒന്ന് ചിന്തിച്ചു നോക്ക്. ദൈവമേ, ഇനിയൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ദൈവമേ, എൻ്റെ ആഘോഷങ്ങളിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ദൈവമേ, എൻ്റെ വിവാഹത്തിൽ, ദൈവമേ എൻ്റെ ജീവിതത്തിൽ, ദൈവമേ എൻ്റെ കോളേജിൽ നീ എൻ്റെ കൂടെ ഉണ്ടാവില്ല. വലിയ വിഷമമൊന്നുമില്ല. നമ്മുടെ ഫോണിൽ ഒത്തിരി അധികം ആപ്പുകളുണ്ട്, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും. പക്ഷേ ഒരു ബൈബിളിൻ്റെ ആപ്പും കൂടെ കിടന്നോർത്ത് എന്ത് നഷ്ടം? ഏകാന്തമായി ഇരിക്കുമ്പോഴോ യാത്രയിലോ വിരസതയിലോ ഒന്ന് ചോദിക്കാൻ പറ്റുമെങ്കിൽ, എൻ്റെ ദൈവമേ എൻ്റെ അവസ്ഥ എന്തൊന്ന് ചോദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൂട്ടുകാരനെ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഒരു മായയെന്ന് കരുതി, ഇതെല്ലാം ചുമ്മാ ഒരു കെട്ടുകഥയാണെന്ന് കരുതി എൻ്റെ പഠിപ്പിലും എൻ്റെ ജോലിയിലും എൻ്റെ ബുദ്ധിയിലും ആശ്രയിച്ച് മെഡിസിൻ വഴിയായി എൻ്റെ ആസ്മ മാറുമെന്ന വിശ്വാസം, ധൈര്യം, എൻ്റെ കരബലത്താൽ ഞാനെല്ലാം നേടിയെടുത്തു എന്നുള്ള ചിന്ത ഒറ്റ രാത്രിയിൽ മാറിപ്പോയി. ഓർക്കുക, നമ്മുടെ കയ്യിൽ ഒരു ദൈവമുണ്ട്. മനോഹരനായൊരു ദൈവം, അതിസുന്ദരനായൊരു ദൈവം, എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഒരു പെർഫെക്റ്റ് വാലന്റൈൻ. ആ വാലന്റൈൻ മതിയല്ലോ നമുക്ക്. അവനാകട്ടെ നമുക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ രക്തത്താൽ സകല ഗോത്രത്തിലും ഭാഷകളിലും ഉള്ള ജനതകളെ ദൈവം വിലയ്ക്ക് വാങ്ങി. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കുഞ്ഞാടിൻ്റെ അമൂല്യമായ രക്തത്താൽ തന്നെ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മളെ ഏത് അന്ധകാര ശക്തിക്ക് തൊടാൻ കഴിയും? ഏത് ദുഃഖത്തിന് നമ്മളെ പാതാളത്തിലേക്ക് തള്ളിക്കളയാൻ പറ്റും? ഏത് ചിന്തയ്ക്ക് നമ്മളെ ഇമോഷണലി നമ്മളെ വീക്ക് ചെയ്യാൻ പറ്റും? ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും തള്ളിവിടാൻ പറ്റും? അതിനൊക്കെ എത്രയോ മേലിരിക്കുന്ന ദൈവം തൻ്റെ കരത്തിൻ്റെ ബലത്താൽ, അവൻ്റെ ശക്തിയാൽ ഈ ലോകത്തെ സൃഷ്ടിക്കുകയും തൻ്റെ ജ്ഞാനത്താൽ അവൻ അവിടുന്ന് ആകാശത്തെ വിരിക്കുകയും ചെയ്തവനാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് ഒരു മനുഷ്യൻ്റെ മുൻപിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് ചോദിക്കാമല്ലോ, എൻ്റെ പൊന്നപ്പ, എനിക്ക് വേണ്ടി ഒരൊറ്റ ഉത്തരം നൽകുവാൻ നിനക്ക് പറ്റില്ലേ? എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊച്ചു ബൈബിളിൽ, എൻ്റെ വീട്ടിലിരിക്കുന്ന ഈ ബൈബിളിൽ, ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഒരു ഉത്തരം നൽകാൻ പറ്റത്തില്ലേ? ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മളെ നേടിയെടുക്കുമെങ്കിൽ മറ്റൊരു സ്നേഹത്തിൻ്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. മറ്റൊരു വാലന്റൈനെയും നമുക്ക് ആവശ്യമില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സമയം കടന്നു വരികയാണ് ഈ നിമിഷം. ജീവിക്കുന്ന ദൈവം, നമ്മളുടെ വാലന്റൈൻ നമ്മുടെ നടുവിലേക്ക് കടന്നു വരികയാണ്. ഇതാ ദൈവത്തിൻ്റെ അനുഗ്രഹം. സ്നേഹമാ ശക്തിയാ എന്നിൽ വന്നു നിറയണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹമാ വലതുകരം ഉയർത്തി ശക്തിയാ
യേശുവേന്ന് വിളിച്ച് എന്നിൽ വന്നു നിറയേണമേ. Once again. സ്നേഹമാ നമ്മുടെ പ്രണയത്തിന്റെ നായകൻ ശക്തിയാ ഇന്ന് ഞാൻ പ്രണയിക്കുന്നത് വന്നു നിറയേണമേ. വലിയ ബോധത്തോടു കൂടി സ്നേഹമാ യേശു. ശക്തിയാ Amen. എന്നിൽ വന്നു നിറയേണമേ. ഇരുകരങ്ങളും കൂപ്പി കുമ്പിട്ട് വണങ്ങാം. സ്നേഹമാ യേശുവേ. ശക്തിയാ Lord, thank you, Lord. എന്നിൽ വന്നു നിറയേണമേ. വലതുകരം ഉയർത്തി സ്നേഹമാ Fast. ശക്തിയാ എന്നിൽ വന്നു നിറയേണമേ. ഒന്നുകൂടെ വിളിച്ചേ. സ്നേഹമാ ശക്തിയാ എന്നിൽ വന്നു നിറയേണമേ. സ്നേഹമാ ദൈവമേ. ശക്തിയാ യേശുവേ. എന്നിൽ വന്നു നിറയേണമേ. വിളിച്ചേ വിളിച്ചേ ഒന്നുകൂടെ സ്നേഹമായി. സ്നേഹമാ ശക്തിയാ എന്നിൽ വന്നു നിറയേണമേ. നിലവിളിയോടെ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ചേർന്ന് പാടിയേ. ആരാധിക്കും ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും ഞാൻ സർവശക്തിയോടെ. എന്നേശുവേ എൻ രക്ഷകാ. എന്നേശുവേ എൻ രക്ഷകാ. ഇരുകരങ്ങളും മാറോട് ചേർത്ത് യേശുവിലേക്ക് നോക്കി നിൽക്കാം. നമ്മളുടെ പ്രണയ നായകൻ അരുണനേക്കാൾ ശോഭയേറിയവൻ ഇതാ നെഞ്ചും കൂട് തുറക്കുവാൻ കാത്തു നിൽക്കുന്നു. നമ്മുടെ പ്രണയകഥയിലെ നായകൻ ഇവനാണ്. 10,000 സൂര്യനേക്കാൾ ശോഭയേറിയവൻ, സുന്ദരരിൽ അതിസുന്ദരൻ, മഹോന്നതനാണവൻ, അത്യുന്നതനാണ്. അവന് തുടക്കമില്ല, ഒടുക്കമില്ല. ഉണ്ടാകട്ടെ എന്നൊറ്റ വാക്കിനാൽ ലോകത്തെ സൃഷ്ടിച്ചവൻ, എന്റെ നെഞ്ചകം അറിയുന്നവൻ, എന്റെ നൊമ്പരം കാണുന്നവൻ, എന്റെ കണ്ണുനീർ തുടയ്ക്കുന്നവൻ. മോനെ മോളെ, യേശുവിനെ നോക്കി നിൽക്കുക. സങ്കീർത്തനം 149. കർത്താവിനെ സ്തുതിക്കുവൻ, കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവൻ. വിശുദ്ധരുടെ സമൂഹത്തിൽ അവിടുത്തെ പാടിപ്പുകഴ്ത്തവൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. നൃത്തം ചെയ്തുകൊണ്ട് അവരവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ. തപ്പുകൊട്ടിയും കിന്നരം മേട്ടിയും അവരവിടുത്തെ സ്തുതിക്കട്ടെ. ഒരു കഥയല്ല യേശുക്രിസ്തു. നമ്മുടെ പ്രണയനായകൻ ഒരു ഫിലിമിലെ ഹീറോ അല്ല, ഒരു സംഗീതത്തിലെ ഒരു വാക്യമല്ല. വാഴ്ത്തുവാൻ ഇവനല്ലാതെ ആരുണ്ട്? ഈ തൂവള്ള
വാഴ്ത്തി സ്തുതിക്കുന്ന ഒരു മുഖം. വാഴ്ത്തിടാവനെ വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. നിങ്ങളോടൊന്ന് പാടിക്കേ ചേർന്ന്. അവനെ വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. ചേർന്ന് പാടാം. വാഴ്ത്തിടാം അവനെ വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. വാഴ്ത്തിടാം അവനെ വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. ചേർന്ന് പാടിക്കേ. അത്യുന്നതൻ മഹോന്നതൻ മഹേശനായവൻ. ചേർന്ന് പാടാം. അത്യുന്നതൻ അത്യുന്നതൻ മഹോന്നതൻ മഹേശനായവൻ. മഹേശനായവൻ. ചേർന്ന് പാടിക്കേ. വാഴ്ത്തിടാം അവനെ വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. യേശുവേ. വാഴ്ത്തിടാം അവനെ വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. എന്നെന്നും ആരാധ്യനേ. ഇരുകരങ്ങളും ഉയർത്തി ദൈവത്തെ ഒന്ന് വാഴ്ത്തിക്കേ. യേശുവിനെ ഒന്ന് ആരാധിച്ചേ. ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, നീ അല്ലാതൊരു ദൈവമില്ലേ. യേശുവേ ആരാധന. ദൈവമേ ആരാധന. എന്റെ പ്രാണപ്രിയനെ, എന്റെ പ്രിയനെ, എന്റെ അരുണനെ, എന്റെ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. വിളിച്ചേ വിളിച്ചേ. ചേർന്ന് ഇരുകരങ്ങൾ ഉയർത്തി. വാഴ്ത്തിടാം അവനെ വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. വാഴ്ത്തിടാം വണങ്ങിടാം എന്നെന്നും ആരാധ്യനേ. വാഴ്ത്തിടാം ഉത്തമഗീതം. എന്റെ പ്രിയനെ, നീ എത്ര സുന്ദരൻ. അതേ, സുന്ദരൻ തന്നെ. അതാ എന്റെ പ്രിയന്റെ സ്വരം. അതാ മലമുകളിലൂടെ കുതിച്ചു ചാടിയും കുന്നുകളിൽ തുള്ളിച്ചാടിയും അവൻ വരുന്നു. എന്റെ പ്രിയൻ ചെറുമാനിനെ പോലെയോ കലമാൻകുട്ടിയെ പോലെയോ ആണ്. കിളിവാതിലിലൂടെ നോക്കിക്കൊണ്ട്, അഴികളിലൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട്, അതാ അവൻ ഭിത്തിക്ക് പിന്നിൽ നിൽക്കുന്നു. എൻ്റെ പ്രിയൻ എന്നോട് മന്ത്രിക്കുന്നു, എൻ്റെ ഓമനെ, എൻ്റെ സുന്ദരി, എഴുന്നേൽക്കുക. വലതുകരം ഒന്ന് മാറോട് ചേർത്തേ. യേശുവിനെ ഒന്ന് നോക്കിക്കേ. യേശുവല്ലാതൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണം. ക്രിസ്തു അല്ലാതെ എനിക്കൊരു കൂട്ടുകെട്ട് വേണം. നമുക്ക് യേശുവിനെ ഒന്ന് സ്നേഹിക്കാം. വലതുകരം മാറോട് ചേർത്ത് എന്നിട്ട് ചേർന്ന് പാടിക്കേ. വേറെ ആരും കവരുകില്ല എന്നെ
എന്റെ സ്നേഹം യേശു. Once again, വിളിച്ചേ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുഴുവൻ തരും നീതാ. ധൈര്യമുള്ളവർ നിങ്ങളുടെ വലതുകരം യേശുവിലേക്ക് നീട്ടിപ്പിടിക്കുക. ഇനിയുള്ള സമയം ദൈവത്തിൻ്റെതാണ്. എനിക്ക് എവിടെയാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ തെറ്റുപറ്റിയത്, എൻ്റെ കൂട്ടുകെട്ടിൽ തെറ്റുപറ്റിയത് എവിടെയാണ് ഞാൻ വീണുപോയത്? വലതുകരം ഈശോയിലേക്ക് നീക്കിട്ട് പിടിച്ചോ. ഈശോ എന്ന് നോക്കുക. ഉത്തമഗീതം 7-ാം അധ്യായം 10-ാം വാക്യം തൊട്ട്, ഞാൻ എൻ്റെ പ്രിയൻ്റേതാണ്, അവൻ എന്നെയാണ് കാംക്ഷിക്കുന്നത്, എൻ്റെ പ്രിയനെ വരൂ, നമുക്ക് വയലിലേക്ക് പോകാം, ഗ്രാമത്തിൽ ഉറങ്ങാം, രാവിലെ നമുക്ക് മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാം, മുന്തിരി മുട്ടിട്ടോ എന്ന് നോക്കാം, മുന്തിരിപ്പൂക്കൾ വിടർന്നോ എന്ന് നോക്കാം, മാതള നാരകം പൂവിട്ടോ എന്ന് അന്വേഷിക്കാം. അവിടെ വെച്ച് നിനക്ക് ഞാൻ എൻ്റെ പ്രേമം തരും. ദുദായിപ്പഴം സുഗന്ധം വീശുന്നു നമ്മുടെ വാതിൽക്കൽ, എല്ലാ വിശിഷ്ട ഫലങ്ങളുമുണ്ട്. പ്രിയനെ, പഴുത്തതും ഉണങ്ങിയതുമെല്ലാം നിനക്കായി ഒരുക്കിയിരിക്കുന്നു. യെസ്. വലതുകരം നീട്ടിപ്പിടിക്കുക. നിനക്ക് ഞാൻ എൻ്റെ പ്രേമം തരാം, നിനക്ക് ഞാൻ എൻ്റെ പ്രേമം തരാം. ഇനി ഇരു കരങ്ങളും മറോട് ചേർത്ത് യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുക. വളരെ ക്രൂഷ്യൽ ഒരു റിലേഷൻഷിപ്പിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടി, അന്യ മതത്തിലൂടെ കടന്നു പോകുന്ന സാധ്യത. നീ കൺഫ്യൂസ്ഡ് ആണ്. യു ഹാവ് ലോസ്റ്റ് യുവർ വാലന്റൈൻ. നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ നിത്യ ഹരിത നായകൻ നസ്രാനായ യേശു ക്രിസ്തുവാണ്. കർത്താവ് ആവശ്യപ്പെടുന്നു, ഡ്രോപ്പ് ഇറ്റ് ആൻഡ് കം ബാക്ക്. ഞാൻ നിന്നെ എൻ്റെ പ്രേമം കൊണ്ട് കഴുകാമെന്ന് കർത്താവ് വാക്ക് തരുന്നു. Jennifer, come back. Jennifer. Jenny, come back. യേശുവിലേക്ക് നോക്കി നിൽക്കുക. യേശുവേ, John, come back. നിന്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് യേശുവിലേക്ക് മുഖം തിരിക്കുക. എല്ലാവരും ഇരുകരങ്ങൾ ഉയർത്തി കൊമ്പിട്ട് വണങ്ങി. ജീവിക്കുന്ന ദൈവമേ,
കൈവിട്ടു വണങ്ങിക്ക്. എന്നെ മുഴുവൻ തരും നീതാ. ഇരുകരങ്ങൾ ഉയർത്തിക്കേ. എന്റെ സ്നേഹം യേശുവേ, യേശുവേ, യേശുവേ. എല്ലാവരും നിലവിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. വിളിച്ചേ, വിളിച്ചേ, വിളിച്ചേ. ആമേൻ, ആമേൻ. സ്തുതി നിനക്ക്. യെസ് ലോർഡ്, സ്തുതി നിനക്കാണ് പിതാവേ. ആമേൻ. സ്തുതി നിനക്ക്. ടോം എന്ന മകനെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ലീവിങ് ടുഗദർ റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുന്ന കപ്പിൾസ് ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. പശ്ചാത്തപിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ വരിക, മാതാപിതാക്കന്മാരുടെ മുമ്പിലേക്ക് വരിക, കൂദാശപരമായ ജീവിതത്തിലേക്ക് നെഞ്ചകം ചേർത്ത് വെക്കുക. റെനി എന്ന ഒരാളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ഒരു ചീത്തയായ ബന്ധത്തിൽ അടിമത്തത്തിലൂടെ കടന്നു പോകുന്നു. ടിനുവിനെ ദൈവം ആവശ്യപ്പെടുന്നു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുവാൻ. വിവാഹത്തിന് ശേഷം ജീവിത പങ്കാളി അറിയാതെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന 3 വ്യക്തികളോട് ഡ്രോപ്പ് ചെയ്യാൻ ദൈവം ആവശ്യപ്പെടുന്നു. പ്രേമത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പേരിൽ കടന്നു പോകുന്ന സാധ്യതകളെ കർത്താവിന് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെടുന്നു. വലതുകരം യേശുവിലേക്ക് നീട്ടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്റ്റോഫനിയുടെ എപ്പിസോഡ് കടന്നു പോകുമ്പോൾ ഓർക്കുക, മൈ വാലന്റൈൻ ഈസ് മൈ ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ക്രിസ്തു രാജാവായി വാഴട്ടെ. നമ്മുടെ പ്രണയനാഥൻ യേശുവാണ്. ആ വലിയ ബോധത്തോടെ ക്രിസ്തുവിൻ്റെ കൃപയാൽ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഇൻ ജീസസ് നെയിം, ആമേൻ.